ഒരു കാര്യം പറഞ്ഞാൽ ഒരു ചെറിയൊരു സീക്രട്ട് പറയും കേൾക്കൂ. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ പഠിച്ചു തീർക്കാൻ ശ്രമിക്കൂ. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ മാക്സിമം പഠിച്ചു തീർക്കാൻ ശ്രമിക്കുമോ? അത് കഴിഞ്ഞാൽ സമയം കിട്ടില്ല. എന്തെങ്കിലും ജോലി വരും, ശരിയല്ലേ? എന്തെങ്കിലും ജോലി വരില്ലേ? അല്ലെ, വെറുതെ ഇരുന്നാൽ പോലും എന്തെങ്കിലും ഒരു കാര്യം വരില്ലേ? രാവിലെ ഒരു പീരീഡ് 2-3 മണിക്കൂർ കഴിഞ്ഞാൽ പോലും, രാവിലെ ഫുഡ് കഴിച്ച ശേഷം 2-3 മണിക്കൂർ കഴിഞ്ഞാൽ പോലും എന്തെങ്കിലും കാര്യം വന്ന് ഒരു തിരക്കിൽ പെടാറില്ലേ? സത്യമല്ലേ? സത്യമല്ലേ? രാവിലെ ആ ഒരു പീരീഡ് കഴിഞ്ഞ് 6 മണി തൊട്ട് ഒരു 7, 8, 9 കഴിഞ്ഞാൽ ബിസി ആവാറില്ലേ? ഒരു 6, 7, 8 സമയം കഴിഞ്ഞാൽ പിന്നെ ബിസി ആവാറില്ലേ? ഒരു 6 മണി, 7 മണി, 8 മണി, 9 കഴിഞ്ഞാൽ ഫുൾ അങ്ങ് ബിസി ആവും. ഒരു ജോലി ഇല്ലെങ്കിൽ പോലും ബിസി ആവാറില്ലേ? അത് വരാൻ പാടില്ല. രാവിലെ തന്നെ പഠിക്കട്ടോ. എന്നും ഇത് കണ്ണ് തുറക്കുമ്പോ തന്നെ പഠിക്കാൻ ശ്രമിക്കുമല്ലോ. ആ കണ്ണുകൾ തുറക്കുമ്പോൾ തന്നെ പഠിക്കുമോ? ആ കണ്ണുകൾ തുറക്കുമ്പോൾ തന്നെ പഠിക്കുമോ? ഇത് കഴിഞ്ഞ ദിവസം എന്താ പഠിച്ചത്? കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് പീഡിയാട്രിക് നഴ്സിംഗിൽ എന്താ പഠിച്ചത്? സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണോ? സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണോ? ആണോ? അതിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തോ? ഫിസിക്കൽ ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്തോ? യെസ്. അവിടെ ഏതൊരു പഠിച്ചു ഈ ബാച്ചർക്ക്, രാത്രിയുള്ള ബാച്ചർക്ക് ഇത് വെയിറ്റ് ഫുള്ള് പറഞ്ഞു തന്നോ? വെയിറ്റ് ഫുള്ള് പറഞ്ഞു തന്നോ? സാൾട്ടേജ് സ്കെയിൽ പറഞ്ഞു തന്നോ? ആ സാൾട്ടേജ് സ്കെയിൽ ഇതിനുള്ള ഇത് വെയിറ്റ് ആണോ ഹൈറ്റ് ആണോ ഇഷ്ടമുള്ളത്? സാൾട്ടേജ് സ്കെയിൽ ഇതിനുള്ള വെയിറ്റ് മെഷർ ചെയ്യാനുള്ളതാണോ ഹൈറ്റ് ആണോ? വെയിറ്റ് മെഷർ ചെയ്യാനുള്ളല്ലേ? സാൾട്ടേജ് സ്കെയിൽ എപ്പോഴും വെയിറ്റ് മെഷർ ചെയ്യാനുള്ളല്ലേ? സോ സ്റ്റാർട്ട് ചെയ്യാം. ഇത് എത്ര ചാപ്റ്ററാടേ? ഇത് എത്രാമത്തെ ചാപ്റ്ററാ? ആർക്ക് പറയാം? സെക്കൻഡ് or തേർഡ്? ആർക്ക് പറയാം? നോക്കട്ടെ, അസസ്മെന്റ് നോക്കട്ടെ. എത്രാമത്തെ ക്ലാസ്? പീഡിയാട്രിക്കിന്റെ 3ാമത്തെ ക്ലാസ്, 2 അല്ല, 3ാമത്തെ ക്ലാസ് കേട്ടോ. സോ ആദ്യം കണ്ടത് ഇത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലേ? അതിൽ വെയിറ്റ് കണ്ടില്ലേ? അവസാനം സാൾട്ടേജ് സ്കെയിൽ കണ്ടു. ഇനി എന്ത് കാണാനുള്ളത്? ഹൈറ്റ് കണ്ടായിരുന്നോ? വെയിറ്റ് കണ്ടു. ഹൈറ്റ് കണ്ടോ? ഇല്ലല്ലോ. എക്സാമിൽ ചോദ്യം വരുന്നതാണ്. വെയിറ്റ് കണ്ടു, ഹൈറ്റ് കണ്ടു? ഇല്ലല്ലോ. ഇന്നും എനിക്ക് പലരും മെസ്സേജ് അയച്ചു, സാറിന്റെ വാക്കുകൾ ഇതാണ്, ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ അനുസരിച്ച് പഠിക്കാൻ പറ്റാതിരിക്കുന്ന സാഹചര്യത്തിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കിയെടുക്കും. ശരിയാണോടെ? എന്നെ ഇന്ന് ആരെയും വിളിച്ചത് ഈ ഗ്രൂപ്പിൽ നിന്ന്? കാരണം ഈ പറഞ്ഞ ഇനി എന്ത് ബസ്സിൽ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട്. ബസ്സിൽ 2 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ബസ്സിലിരുന്ന് വളരെ ദൂരത്തോട്ട് ജോലിക്ക് പോയിട്ട് 2 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരുകൊണ്ടത്? അങ്ങനെ ആയതുകൊണ്ടോ? ഇല്ലേ? ബസ്സിൽ ഒരു ദിവസം 2 മണിക്കൂർ സ്പെൻഡ് ആയതുകൊണ്ടോ? ബസ്സിൽ ഒരു ദിവസം 2 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇവിടെ ജോലിയില്ല, പിന്നെയാണ് ബസ് അല്ലേ സർ? ജോലിയില്ല, പിന്നെയാണ് ബസ്. ആരെങ്കിലും ഉണ്ടോ? 2 മണിക്കൂറോളം ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാരെ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഒരു ദിവസം? ഉണ്ടോടെ ഏതെങ്കിലും? സർ അത് മാത്രം പറയരുത്. ജോലിയില്ല, പിന്നെ എങ്ങനെ ബസ്സിൽ പോകുന്നല്ലേ?
ഉണ്ട് ഉണ്ടോടെ ആരെങ്കിലും കൊണ്ടോടെ? ഒരു ദിവസം മിനിമം 1 മണിക്കൂറെങ്കിലും ബസ് ആരെങ്കിലും കൊണ്ടോടെ? ഒരു ദിവസം മിനിമം 1 മണിക്കൂറെങ്കിലും പോകാൻ ബസ്സിനകത്ത് ഒരു ദിവസം ഉണ്ടല്ലേ? പോകുന്നുണ്ടായിരിക്കും. ഉണ്ട് പോകണം. യാത്രയാണ് കേട്ടോ, യാത്രയൊക്കെ നല്ലതാ. ഈ പറഞ്ഞ ചില യാത്രകൾ നമ്മുടെ എന്താണ് പല കാര്യങ്ങളും മാറ്റിമറിക്കും. പിന്നെ ചുമ്മാ തന്നെ എപ്പോഴും ഇത് വീട്ടിലിരിക്കാതെ എപ്പോഴെങ്കിലും ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യുമോ ആരെങ്കിലും? ചുമ്മാ കയറി എപ്പോഴും ഇപ്പൊ വീട് ബുക്ക് ചെയ്ത് പറഞ്ഞിരിക്കാതെ ഒരു യാത്ര പോടെ, ഇത് ബസ്സിൽ പോടെ. കേൾക്കുന്നുണ്ടോ? ചുമ്മാ കയറി വീട്ടിലിരിക്കാതെ എപ്പോഴെങ്കിലും ഒരു ബസ്സിൽ കയറി യാത്ര പോടെ. ആരെ പോവോ? ചുമ്മാ കയറി എപ്പോഴും വീട്ടിലിരിക്കാതെ ആ ബസ്സിൽ കയറി ഒരു 50-100 രൂപ കൊടുത്ത് ഒരു 30 രൂപ കൊടുത്ത് യാത്ര പോടെ എല്ലാരും. ഒറ്റയ്ക്ക് ആരെ പോകുമോ? ഇപ്പൊ നാളെ പെട്ടെന്ന് പോവും. എക്സാം കഴിഞ്ഞല്ല, ഇപ്പൊ എക്സാം കഴിഞ്ഞ് പോണ്ട, ഇപ്പൊ ഒരു നാളെയോ മറ്റന്നേക്കോ എന്ത് ചെയ്യുന്ന അറിയുമോ? ബസ്സിൽ കയറി ഇപ്പൊ വട്ടണം പറയൂടെ? ബസ്സിൽ പോകാൻ വട്ടണം പറയില്ലല്ലോ. ഒരു യാത്ര പോടെ. ഒരു യാത്ര നല്ലതല്ലേ കുഞ്ഞെ? സവിത, ഒരു യാത്ര നല്ലതല്ലേ? ഒരു യാത്ര പല മാറ്റം ഉണ്ടാക്കും. നിങ്ങൾ തന്നെ ഒരു യാത്ര നല്ല ഫ്രഷ് എയറൊക്കെ നല്ല ആ സൈഡ് സീറ്റിൽ ഇരുന്ന് ഒരു യാത്ര പോകുന്ന എപ്പോഴും മാറ്റം ഉണ്ടാക്കാറല്ലേ? സൈഡ് ഭാഗത്തിരുന്ന് എല്ലാ കാഴ്ചയും കണ്ടുകൊണ്ട് പണ്ട് സ്കൂൾ പഠിക്കും പോലെ പോകുമ്പോൾ തന്നെ ഒരു യാത്രയോട് പൊയ്ക്കൂടെ? പണ്ട് സ്കൂളിൽ അറിയാമെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ബസ്സിൽ സൈഡ് സീറ്റ് ഇരുന്ന് എല്ലാ കാഴ്ചയും കണ്ടുകൊണ്ട് പോകാറുണ്ടോ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബസ്സിലെ സൈഡ് ഭാഗത്തിരുന്ന് എല്ലാ കാഴ്ചയും കണ്ടുകൊണ്ട് പോകാറുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? അതുപോലെ ഒരു യാത്ര പോകും, ഒറ്റയ്ക്ക് പോകും, ആരെയും കൊണ്ടുപോകണ്ട. ഇത് കുഞ്ഞുങ്ങളെയും ഇപ്പൊ ഫാമിലി ആരെയും കൊണ്ടുപോകണ്ട, ഒറ്റയ്ക്ക് പോയിട്ടോ ഒരു യാത്ര 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടോ പല മാറ്റം ഉണ്ടാവും. ആ ചിന്തിക്കാനുള്ള കഴിവ് കൂടും. അല്ല ഫ്രഷ് എയർ, കാരണം ഫ്രഷ് എയർ ഉണ്ടോ അവിടേക്ക്? ഉണ്ടോ? അത് പറയാൻ പറ്റില്ല അല്ലെ? സോ നമ്മൾ ഇൻ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കണ്ടല്ലേ? ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കണ്ടല്ലേ? ആദ്യം ഇത് കണ്ടു, വെയിറ്റ് കണ്ടു അല്ലേ? ആദ്യം വെയിറ്റ് കണ്ടല്ലേ? ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനകത്ത് ആദ്യം വെയിറ്റ് കണ്ടോ? സോ നെക്സ്റ്റ് വൺ ഇസ് ദ ഹൈറ്റ്. ദ ഹൈറ്റ് കാണാം. ചോദ്യം വരുന്ന ഭാഗമാണ്. വെയിറ്റും ഹൈറ്റും എപ്പോഴും ചോദിച്ചു വയ്ക്കും. അതിൽ വെയിറ്റ് കണ്ടു. നെക്സ്റ്റ് വൺ ഇസ് ദ ഹൈറ്റ് കാണാമോ? ഹൈറ്റ് കാണാമോ? യെസ് കാണാമോടെ? ഒരു ഫുൾ ടൈം ബേബിയുടെ ഹൈറ്റ് എത്രയാ? ഒരു ഫുൾ ടൈം ബേബിയുടെ ഹൈറ്റ് അല്ലെങ്കിൽ ദ ലെങ്ത് എത്രയാ? അങ്ങനെയും ചോദിക്കാം. ഒരു ഫുൾ ടൈം ബേബി ആണെങ്കിൽ ഒരു ഫുൾ ടൈം ബേബിയുടെ ഹൈറ്റ് അല്ലെങ്കിൽ ദ ലെങ്ത് എത്രയാ? ഇവിടെ വെയിറ്റ് അല്ല, ഹൈറ്റ് മാത്രമാണ് പറയുന്നത്. ഒരു ഫുൾ ടൈം ബേബിയുടെ ഹൈറ്റ് അല്ലെങ്കിൽ ദ ലെങ്ത് എത്രയാണ്? കേരള PSC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്, കണ്ടു കാണും പലരും. ഒരു ഫുൾ എല്ലാവർക്കും ഇപ്പൊ ഗ്രൂപ്പിനകത്ത് ഞാൻ എഴുതി ഇട്ടായിരുന്നോ? എല്ലാവർക്കും ഇപ്പൊ ഗ്രൂപ്പിനകത്ത് ഞാൻ എഴുതിയ പീഡിയാട്രിക്സിന്റെ നോട്ട് ഇട്ട കണ്ടായിരുന്നോ? എല്ലാവർക്കും ഇപ്പൊ ഗ്രൂപ്പിനകത്ത് ഞാൻ എഴുതിയ നോട്ട്സ് 256 പേജ് ഉണ്ട്, കണ്ടായിരുന്നോ? വായിച്ചു ആരെങ്കിലും? വയ്ക്കോ? വായിച്ചു ആരെങ്കിലും? അതിലുണ്ട്. ഒരു ഫുൾ ടൈം ബേബിയുടെ ലെങ്ത് എത്രയാ? ഒരു ഫുൾ ടൈം ബേബിയുടെ ലെങ്ത് എത്രയാ? ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എത്രയാ? ഒരു ഫുൾ ടൈം ബേബിയുടെ ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാ? 45 മുതൽ 50 സെന്റിമീറ്റർ അല്ലേ? 45 മുതൽ 50 സെന്റിമീറ്റർ. ഒരു ഫുൾ ടൈം ബേബിയുടെ ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 45 മുതൽ 50 സെന്റിമീറ്റർ. കേരള PSC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്. ഒരു ഫുൾ ടൈം ബേബിയുടെ ലെങ്ത് എത്രയാ? 45 ആയിരുന്നു അന്നുള്ള ഓപ്ഷനകത്തുള്ള ഉത്തരം. ശരിയല്ലേ?
45 അന്ന് കൊടുത്തിരുന്ന ഓപ്ഷൻ. ഉത്തരം 45. പക്ഷെ പഠിക്കുമ്പോൾ 45 തൊട്ട് 50 വരെ എന്ന് തന്നെ പഠിക്കണം. പഠിക്കുമ്പോൾ 45 മുതൽ 50 വരെ എന്ന് തന്നെ പഠിക്കുമല്ലോ. അല്ലാതെ വെറും 45 മാത്രം പഠിച്ചോണ്ട് പോകരുത്. എങ്ങാനും 50 വെച്ചാൽ കൺഫ്യൂഷൻ ആകാൻ പാടില്ല. 45 മുതൽ 50 സെന്റിമീറ്റർ ഒരു ഫുൾ ടൈം ബേബിയുടെ ലെങ്ത് എന്ന് പറയുന്നത്. എപ്പോഴാണ് ഈ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത്? ലെങ്ത്, ഒരു കുഞ്ഞിന്റെ ലെങ്ത് എപ്പോ കൂടും? എപ്പോ കൂടും? എത്ര മാസമാണ്? 1 മാസമാണോ? 2 മാസമാണോ? 3 മാസമാണോ? 5 മാസമാണോ? 6 മാസമാണോ? 1 മാസം, 2 മാസം, 3 മാസം, 6 മാസം. എപ്പോ കൂടും? ബേബിയുടെ ലെങ്ത് എപ്പോ കൂടും? ഫസ്റ്റ് 6 മാസം കൂടും. പറഞ്ഞേ, ഫസ്റ്റ് 6 മാസം കൂടും. ഫസ്റ്റ് 6 മാസം കൂടും. ഫസ്റ്റ് 6 മാസത്തിൽ എപ്പോഴും ഈ പറഞ്ഞ ലെങ്ത് അല്ലെ ഹൈറ്റ് കൂടുന്ന എപ്പോഴാ? ഫസ്റ്റ് 6 മാസത്തിലാണ്. എത്ര കൂടും? എത്ര സെന്റിമീറ്റർ കൂടും? ഫസ്റ്റ് 6 മാസത്തിൽ ഏകദേശം സെന്റിമീറ്റർ ചോദ്യം അതാണ്. 2.5 സെന്റിമീറ്റർ അല്ലേ? 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 6 മാസമാകുമ്പോ എത്ര കൂടും? 2.5 സെന്റിമീറ്റർ കൂടും അല്ലേ? 6 മാസം 2.5 സെന്റിമീറ്റർ വെച്ച് കൂടും. ശരിയല്ലേ? ശരിയല്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സൺഡേ ക്ലാസ് ഒന്ന്. സൺഡേ സാറ്റർഡേ ക്ലാസ് പറഞ്ഞായിരുന്നു. സമയം ഇപ്പൊ രാവിലെ തൊട്ട് ഒന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞു 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 പറഞ്ഞല്ലേ പറഞ്ഞു. അത് ഓർമ്മയുണ്ടോ? ബസ്സിൽ പോവും. ആരെങ്കിലും ബസ്സിൽ പോവും ഒരു ദിവസം? പോകട്ടെ എനിക്ക് ഒരു ദിവസം. ഒന്ന് പോയി നോക്കട്ടെ. ഒന്ന് പോയി നോക്ക്. ആ സൈഡ് നോക്കട്ടെ. സൈഡ് സീറ്റില്ലേ ഇത് ബസ്സിൽ സൈഡ് സീറ്റിൽ ഇരുന്ന് 1 മണിക്കൂർ ഒന്ന് പോയിട്ട് പാടെ. അപ്പൊ മനസ്സിലാവും. അവിടെ ആലോചിക്കട്ടോ. അവിടെ ഇരുന്ന് എന്താണ് ഇത്രയും വർഷം തോറ്റുപോകാൻ കാരണം ആലോചിക്കുക. അവിടെ ഇരുന്ന് ആലോചിക്കുക എന്താണ് ഇത്രയും വർഷം ഞാൻ തോക്കാൻ കാരണം എന്താണ്? കാരണം എന്താ? സിറ്റുവേഷൻ അല്ലേ? സിറ്റുവേഷൻ. പഠിക്കാത്ത കാര്യങ്ങൾ ശരിയല്ലേ? മാറണം, ചിന്തിക്കണം. മാറേണ്ടത് നിങ്ങളാണ്. ഇപ്രാവശ്യം നിങ്ങളാണ് ഇപ്പോൾ മാറേണ്ടത്. ഞാൻ ആ ഒരു ദിവസം യാത്ര പോയിട്ട് വാ, ശേഷം പഠിക്കരുന്നു. ഓക്കെ. സോ ഫസ്റ്റ് 6 മാസം ആകുമ്പോൾ എത്ര ലെങ്ത് കൂടും? 2.5 വെച്ചല്ലേ? അല്ലെ? ഫസ്റ്റ് 6 മാസം ആകുമ്പോൾ 2.5 സെന്റിമീറ്റർ വെച്ച് ലെങ്ത് ആണോ വെയിറ്റ് ആണോ കൂടുന്നത്? ലെങ്ത് ആണോ വെയിറ്റ് ആണോ? ഫസ്റ്റ് 6 മാസം ആകുമ്പോൾ ലെങ്ത് അല്ലേ? ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് അല്ലേ? ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് അല്ലേ? ഫസ്റ്റ് 6 മാസം കൂടുന്ന ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് അല്ലേ? ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് ഫസ്റ്റ് 6 മാസം ആകുമ്പോൾ 2.5 സെന്റിമീറ്റർ കൂടില്ലേ? ശരിയല്ലേ? ആണ്. 6 മാസം ആകുമ്പോൾ 2.5 കൂടും. ശേഷം 6 മാസം തൊട്ട് 1 ഇയർ ആകുമ്പോഴോ? 6 മാസം തൊട്ട് 1 ഇയർ ആകുമ്പോഴോ? 6 മാസം തൊട്ട് 1 ഇയർ ആകുമ്പോഴോ 1.25 സെന്റിമീറ്റർ വെച്ച് കൂടും. മറക്കരുത്. 6 മാസം തൊട്ട് 1 ഇയർ ആകുമ്പോൾ 1.25 സെന്റിമീറ്റർ, 1.25 സെന്റിമീറ്റർ വെച്ച് 6 തൊട്ട് 1 ഇയർ കൂടും. ഫസ്റ്റ് 6 മാസം എത്രയാ? ഫസ്റ്റ് 6 മാസമാണെങ്കിൽ 2.5 സെന്റിമീറ്റർ. ഫസ്റ്റ് 6 മാസമാണെങ്കിൽ 2.5 സെന്റിമീറ്ററും 6 തൊട്ട് 1 ഇയർ ആണെങ്കിൽ 1.25 സെന്റിമീറ്റർ വച്ചാണ് എപ്പോഴും എന്ത് ഹൈറ്റ് ആണോ വെയിറ്റ് ആണോ? ഹൈറ്റ് ആണോ വെയിറ്റ് ആണോ? ഹൈറ്റ് കൂടുന്നത് അല്ലേ? ഹൈറ്റ് അല്ലേ? അല്ലേ? ഹൈറ്റ് അല്ലേ?
ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു 50 സെന്റിമീറ്റർ ഉള്ള ഒരു കുഞ്ഞ് 6 മാസം കഴിയുമ്പോൾ എത്ര ലെങ്ത് ഉണ്ടാവും? 50 സെന്റിമീറ്റർ ഉള്ള കുഞ്ഞ് 6 മാസം ആകുമ്പോൾ എത്ര ലെങ്ത് ഉണ്ടാവും? ആർക്ക് പറയാം? 50 സെന്റിമീറ്റർ ഉള്ള കുഞ്ഞ് 6 മാസം ആകുമ്പോൾ എത്ര ലെങ്ത് ഉണ്ടാവും? ആർക്ക് പറയാം? 50 സെന്റിമീറ്റർ ഉള്ള കുഞ്ഞ് 6 മാസം ആകുമ്പോൾ എത്ര ലെങ്ത്? എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. ഇത് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചാണ്. 50 സെന്റിമീറ്റർ കുഞ്ഞ് 6 മാസം എത്ര ഉണ്ടായിരിക്കും? ഇവിടെ എത്ര ഉണ്ടായിരിക്കും? 65ആണോ? 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 ഇത് കഴിഞ്ഞ കേരള PC എക്സാമിൽ ചോദിച്ച ചോദ്യമാ. ഇത് കഴിഞ്ഞ കേരള PC എക്സാമിൽ ചോദിച്ച ചോദ്യമാ. 50 സെന്റിമീറ്റർ ഉള്ള കുഞ്ഞ് 6 മാസം ആകുമ്പോൾ എത്ര ലെങ്ത് ഉണ്ടാവും? 65അല്ലേ? 65അല്ലേ? അല്ലേ? 65അല്ലേ? യെസ് ആണ്. ഇനി 1 ഇയർ ആകുമ്പോഴോ? ഇനി 1 ഇയർ ആകുമ്പോഴോ? ഇനി 1 ഇയർ എത്രയായിരിക്കും? 1 ഇയർ ആകുമ്പോൾ 75 സെന്റിമീറ്റർ അല്ലേ? 1 ഇയർ ആകുമ്പോൾ 75 സെന്റിമീറ്റർ. 1 ഇയർ ആകുമ്പോൾ എത്രയാ? 75 സെന്റിമീറ്റർ. അടുത്ത ചോദ്യമാണ്. ദ ലെങ്ത് 50% കൂടുന്ന എപ്പോഴാ? കേരള PC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമാണ്. ദ ലെങ്ത് എപ്പോഴും 50% കൂടുന്നത് എപ്പോഴാണ്? 6 മാസമാണോ? 1 വർഷമാണോ? 2 വർഷമാണോ? 5 വയസ്സിലാണോ? ലെങ്ത് എപ്പോഴും 50% കൂടുന്നത് 6 മാസമാണോ? 1 വയസ്സിലാണോ? 5 വയസ്സിലാണോ? എപ്പോഴാ പറഞ്ഞേ? ലെങ്ത് 50 നിന്നും 75 ആകുന്നത് 50% കൂടുന്ന എപ്പോഴാ? 1 ഇയർ അല്ലേ? ശരിയല്ലേ? 50 നിന്നും 75 എന്ന് പറയുമ്പോൾ 1 ഇയർ അല്ലേ? 50 നിന്നും 75 1 ഇയർ ആകുമ്പോഴല്ലേ? അല്ലേ? 50% കൂടുന്നത്. ലെങ്ത് 50% കൂടുന്ന എപ്പോഴാ? 1 ഇയറിലാണ്. 75% അല്ലേ? ലെങ്ത് 50% 1 ഇയറിൽ കൂടി 75 സെന്റിമീറ്ററായി മാറും. ഇതുവരെ പറഞ്ഞ ക്ലിയറായി? ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയറാ? ചോദ്യം വരും. ക്ലിയറായോ? ഫസ്റ്റ് 1 ഇയർ വരെ ക്ലിയറായി. ഇനി സെക്കൻഡ് ഇയർ എപ്പോഴും? സെക്കൻഡ് ഇയർ എപ്പോഴും? എത്രയാ സെക്കൻഡ് ഇയർ? എത്ര സെക്കൻഡ് ഇയർ? ഇപ്പൊ 75 അല്ലെങ്കിൽ 75 സെക്കൻഡ് എത്രയാ? എത്രയാ? സെക്കൻഡ് ഇയർ ആകുമ്പോൾ 85 സെന്റിമീറ്റർ. രണ്ടാമത്തെ വയസ്സാകുമ്പോൾ 85 സെന്റിമീറ്റർ അല്ലേ? രണ്ടാമത്തെ വയസ്സാകുമ്പോൾ 85 സെന്റിമീറ്റർ അല്ലേ? തേർഡ് ഇയർ ആകുമ്പോഴോ? അത് മൂന്നാം വയസ്സിലെ 95 അല്ലേ? 4 വയസ്സാകുമ്പോഴോ? 4 വയസ്സാകുമ്പോൾ എത്രയാ? 100 അല്ലേ? 4 വയസ്സാകുമ്പോൾ 100 അല്ലേ? 100 സെന്റിമീറ്റർ പ്രത്യേകത എന്താ? 100 സെന്റിമീറ്റർ പ്രത്യേകത കേരള PC എക്സാം ചോദ്യമാണ്. 100 സെന്റിമീറ്റർ പ്രത്യേകത കേരള PC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. ബെർത്ത് വെയിറ്റ് അത് ഡബിൾ ആവുന്ന എപ്പോഴാ? ബെർത്ത് വെയിറ്റ് അത് ഡബിൾ ആവുന്ന എപ്പോഴാ? ബെർത്ത് വെയിറ്റ് ഡബിൾ ആവുന്ന എപ്പോഴാ? കേരള PC എക്സാം പ്രീവിയസ് ചോദ്യം. 4 ആണോ? 2 ആണോ? 3 ആണോ? 6 ആയിരുന്നോ? 6 ആണോ? അല്ലല്ലോ, 4 അല്ലേ? നാലാമത്തെ വയസ്സിൽ ബെർത്ത് എഴുതിയും ഡബിൾ ആവും. പരീക്ഷയ്ക്ക് ചോദിക്കും. ബെർത്ത് ഹൈറ്റ് എപ്പോൾ ഡബിൾ ആവുന്നത്? ബെർത്ത് ഹൈറ്റ് എപ്പോൾ ഡബിൾ ആവും? ബെർത്ത് ഹൈറ്റ് എപ്പോൾ ഡബിൾ ആവും? ബെർത്ത് ഹൈറ്റ് എപ്പോൾ ഡബിൾ ആവും? ചോദ്യം വരും. പറഞ്ഞേ, ബെർത്ത് ഹൈറ്റ് എപ്പോൾ ഡബിൾ ആവും? 4-ാമത്തെ വയസ്സിൽ. ഈ ചോദ്യം ഏതെങ്കിലും എക്സാം കണ്ടുണ്ടോ? ഈ ചോദ്യം ഏതെങ്കിലും എക്സാം കണ്ടുണ്ടോ? ഉണ്ടോ ആരെങ്കിലും? പഠിച്ചു? ഓർമ്മ ഉണ്ടോ?
ഉണ്ട്. ഒരു ചോദ്യം കൂടെ. ഇത് വെയിറ്റ് എപ്പോൾ ഡബിൾ ആവും? ദ വെയിറ്റ് എപ്പോൾ ഡബിൾ ആവും? ദ വെയിറ്റ് എപ്പോൾ ഡബിൾ ആവും? 6-ാം മാസം അല്ലേ? വെയിറ്റ് എപ്പോഴാ? 6-ാം മാസം. വെയിറ്റ് 6-ാം മാസവും ഹൈറ്റ് എപ്പോഴാ? ദ വെയിറ്റ് 6-ാം മാസം ഡബിൾ ആവുകയും ഹൈറ്റ് എപ്പോൾ ഡബിൾ ആവും? ഹൈറ്റ് 4-ാമത്തെ വർഷം അല്ലേ? ഹൈറ്റ് 4-ാമത്തെ വർഷവും വെയിറ്റ് 6-ാമത്തെ മാസവും. വെയിറ്റ് 6 മാസത്തിലും ഹൈറ്റ് 4-ാമത്തെ വർഷത്തിലും രണ്ട് കാര്യം ഒരിക്കലും മറക്കരുത്. ഇത് വെയിറ്റ് എപ്പോൾ ഡബിൾ ആവും? വെയിറ്റ് എപ്പോഴാ? തെറ്റിക്ക പറഞ്ഞേ. വെയിറ്റ് എപ്പോഴാ? 6-ാമത്തെ വർഷമാ മാസമാണോ? 6-ാമത്തെ വെയിറ്റ് എപ്പോഴാ? മാസം. 6-ാമത്തെ മാസം വെയിറ്റും 4-ാമത്തെ വർഷം ഹൈറ്റും ഡബിൾ ആവും. ക്ലിയർ? യെസ്. ഇനി ബെർത്ത് ഹൈറ്റ് എപ്പോഴാ? എന്ത് ട്രിപ്പിൾ ആവുന്ന എപ്പോഴാ? ബെർത്ത് ഹൈറ്റ് എപ്പോൾ 3 ഇരട്ടിയാവും? 50 പ്ലസ് 150 സെന്റിമീറ്റർ ആവുന്ന എപ്പോഴാ? 13 വയസ്സിലല്ലേ? 13-ാം വയസ്സിലല്ലേ? 13 ഓർമ്മയുണ്ടോ? ഹൈറ്റ് എപ്പോ എന്ത് ട്രിപ്പിൾ ആവും? 150 സെന്റിമീറ്റർ ആവുന്നത് 13-ാമത്തെ വയസ്സിലാണ്. വീണ്ടും ചോദ്യം, ഹൈറ്റ് എപ്പോൾ ഡബിൾ ആവും? വീണ്ടും ചോദ്യം, ഹൈറ്റ് എപ്പോൾ ഡബിൾ ആവും? ഹൈറ്റ് എപ്പോൾ ഡബിൾ ആവും? ബെർത്ത് ഹൈറ്റ് എപ്പോൾ ഡബിൾ ആവും? 4-ാമത്തെ വയസ്സിൽ. വീണ്ടും ചോദ്യം, ബെർത്ത് വെയിറ്റ് എപ്പോൾ ഡബിൾ ആവും? ബെർത്ത് വെയിറ്റ് എപ്പോൾ ഡബിൾ ആവും? വെയിറ്റ് 6-ാമത്തെ മാസം. രണ്ട് ചോദ്യം സ്ഥിരം ചോദ്യമാണ്. കാരണം മാസവും വർഷവും തെറ്റിപ്പോറല്ലേ? മറക്കരുത്, ചോദ്യം വരും. മാസവും വർഷവും മറക്കരുതേ. ഇനി 13-ാമത്തെ വയസ്സ് എന്താ? 13-ാമത്തെ വയസ്സിൽ ഹൈറ്റ് ട്രിപ്പിൾ ആവില്ലേ? ട്രിപ്പിൾ എത്ര സെന്റിമീറ്ററാ? ട്രിപ്പിൾ 150 അല്ലേ? 3 ഇരട്ടി വന്നപ്പോഴാ? 150 സെന്റിമീറ്റർ ആകുമ്പോ ട്രിപ്പിൾ ആവും. ഇത്രയും ക്ലിയർ ആയി? ഇത്രയും ക്ലിയർ ആയി? ഇത്രയും ക്ലിയർ ആയി? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ആയോ? ഞാൻ നിർത്തി പറഞ്ഞു പോകുന്നതാണ്. ക്ലിയർ ആയോ? എങ്കിലേ ഒരു ചോദ്യം ചോദിക്കട്ടെ. എങ്കിലേ ചോദ്യം ഉത്തരം ഫുള്ളുണ്ട്. ചോദിക്കട്ടെ. ചോദ്യം ചോദിക്കട്ടെ. ചോദിക്കട്ടെ, പറഞ്ഞു. ഒരു 65 സെന്റിമീറ്റർ ഉള്ള ഒരു കുട്ടി ഫസ്റ്റ് 1 ഇയർ ആകുമ്പോൾ അവിടുത്തെ കൂടെ 65 സെന്റിമീറ്റർ ആണെങ്കിൽ ഫസ്റ്റ് 1 ഇയർ ആകുമ്പത്തെ കൂടും. 65 സെന്റിമീറ്റർ ആണെങ്കിൽ ഫസ്റ്റ് 1 ഇയർ കൂടും. ജനിച്ചപ്പോൾ 65 ഉണ്ടെങ്കിൽ 1 ഇയർ ആകുമ്പത്തെ കൂടും. ജനിച്ചപ്പോൾ 65 ആണെങ്കിൽ ഫസ്റ്റ് 1 ഇയർ ആകുമ്പത്തെ കൂടും. എത്ര കൂടും? എത്ര കൂടും? എത്ര കൂടും? എത്ര കൂടും? ആലോചിച്ച് പറഞ്ഞു. ആലോചിച്ച് പറഞ്ഞു. മിസ് 82.5 ആണോ? 82.5 ആണോ? 82.5 ആണോ? എസ് അല്ലേ? എസ് അല്ലേ? അല്ലേ? എസ് അല്ലേ? എസ് അല്ലേ? അല്ലേ? ആണ്. ശരിയാണ്, 82.5 ആണ്. എല്ലാവർക്കും ഇതുവരെയുള്ള എല്ലാ റെക്കോർഡും കിട്ടിയായിരുന്നോ? ഇതുവരെ പഠിപ്പിച്ച സെല്ലെല്ലാം കിട്ടിയായിരുന്നോ? സെല്ല്, ടിഷ്യൂ, എല്ലാം ചോദിക്കുന്ന കാര്യമാണ്.
കിട്ടിയോടെ? പഠിച്ചോ എല്ലാരും? പഠിച്ചോ? പഠിച്ചോ? പഠിച്ചോ എല്ലാരും? പഠിച്ചു. സോ ദ ഹൈറ്റ് കണ്ടായിരുന്നോ? അത് ഹൈറ്റ് കണ്ടില്ലേ? ഹൈറ്റ് കണ്ടായിരുന്നു. ഹൈറ്റ് കണ്ടു. ഹൈറ്റ് കഴിഞ്ഞ ഇത് പഠിക്കാനുണ്ട്. ഹൈറ്റ് ശേഷം പഠിക്കാനുണ്ട്. ഹൈറ്റ് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് പഠിക്കണം അടുത്ത്? പീഡിയാട്രിക്കിനകത്ത് ഹൈറ്റ് കണ്ടാൽ എപ്പോഴും നമ്മൾ അടുത്ത് പഠിക്കുക എന്താ? ഹെഡ് അല്ലേ? ഹെഡിന്റെ സർക്കംഫറൻസ് അല്ലേ? പീഡിയാട്രിക്കിനകത്ത് ഹൈറ്റ് കണ്ടാൽ അടുത്ത് എപ്പോഴും പഠിക്കുക എന്താ? ഹെഡിന്റെ സർക്കംഫറൻസ് അല്ലേ? ഇവിടെ എപ്പോഴും ചോദ്യമുണ്ട്. ഞാൻ ആ ചോദ്യത്തിന് ഫസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ ബാക്കി പഠിപ്പിക്കുന്ന മുമ്പേ തന്നെ ആദ്യം പറയാം. ആ ഹൈറ്റ് ഇപ്പൊ ഹെഡിന്റെ സർക്കംഫറൻസ് നോക്കാൻ ഉപയോഗിക്കുന്ന ടേപ്പർ വരുന്നത് ഞാൻ പഠിപ്പിച്ചില്ല എങ്കിലും ചോദിക്കാം. ഞാൻ പഠിപ്പിക്കുന്നില്ല, ആദ്യമേ ചോദിക്കാം. അവിടെ എന്തോ ഒരു സംഭവം വെച്ച് മെഷർ ചെയ്യുന്നത് പേരെന്താ? ടേപ്പിന്റെ പേര് നീ ഉണ്ടോ? ഹെഡിന്റെ സർക്കംഫറൻസ് ഉണ്ട്. പേരെന്തും ഉണ്ടോ? ഹെഡിന്റെ സർക്കംഫറൻസ് നോക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ടേപ്പ് ഉണ്ടോ? 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 പറഞ്ഞു പറഞ്ഞു. ഉണ്ടോ? ഹെഡും ചെസ്റ്റും ആമും എല്ലാം നോക്കാൻ വേണ്ടി ടേപ്പ് ഉണ്ടോ? ഹെഡും ചെസ്റ്റും ആമും എല്ലാം നോക്കാൻ വേണ്ടി ടേപ്പ് ഉണ്ടോ? ഉണ്ടോ? ഹെഡും ചെസ്റ്റും പറഞ്ഞറിയില്ലേ? പറഞ്ഞു ചോദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. അറിയാൻ അറിയില്ലേ? അറിയില്ല. അറിയില്ലല്ലോ. സോ പഠിക്കാം. ഹെഡ് സർക്കംഫറൻസ് ഇത് എവിടെയാണ് മെഷർ ചെയ്ത ചോദ്യം. ഹെഡിന്റെ സർക്കംഫറൻസ് പഠിക്കുമ്പോൾ ഇത് എവിടെയാണ് മെഷർ ചെയ്യുന്നതാണ് ആദ്യം പറഞ്ഞ ചോദ്യം. ഹെഡിന്റെ സർക്കംഫറൻസ് മെഷർ ചെയ്യുമ്പോൾ ഇത് എവിടെയാണ് മെഷർ ചെയ്ത ചോദ്യം? ചോദ്യമാണ് എവിടെ നോക്കുന്നത്? ഹെഡിന്റെ എവിടെ നോക്കും? എവിടെ നോക്കും? അതാ ചോദ്യം. എവിടെ നോക്കും? എവിടെ നോക്കും? ഇത് ഏത് തൊട്ട് ഏത് വരെയാ? ഏത് തൊട്ട് ഏത് വരെ? കേരള P6 പ്രീവിയസ് ചോദ്യമാണ്. ഹെഡിന്റെ സർക്കംഫറൻസ് എവിടെ നോക്കും? തമാശയാക്കരുത്. ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എവിടെ ഉള്ളത്? ഏറ്റവും ഫ്രണ്ട് ഭാഗത്ത് സുപ്രാ ഓർബിറ്റൽ റീജിയൻ ആണോ? ഏറ്റവും ഫ്രണ്ട് ഭാഗത്ത് സുപ്രാ ഓർബിറ്റൽ റീജിയൻ തൊട്ടാണോ? ആണോ? ഏറ്റവും ഫ്രണ്ട് ഭാഗത്ത് സുപ്രാ ഓർബിറ്റൽ റീജിയൻ തൊട്ട് എവിടെ വരെയാ? എവിടെയാ? ബാക്ക് ഭാഗത്ത് തടുപ്പുണ്ടോടെ? ബാക്ക് ഭാഗത്ത് തടുപ്പുണ്ടോ? പേരെന്താ? ഓക്സിപിറ്റൽ പ്രോമിനൻസ് ആണോ? ഓക്സിപിറ്റൽ പ്രോമിനൻസ് ആണോ? ഫ്രണ്ട് ഭാഗത്ത് സുപ്രാ ഓർബിറ്റൽ തൊട്ട് ബാക്ക് ഭാഗത്ത് തടുപ്പില്ലേ? ഓക്സിപിറ്റൽ പ്രോമിനൻസ്. അതുവരെയുള്ള മെഷർമെന്റ് എന്താ? ഹെഡിന്റെ അല്ലേ? ഹെഡിന്റെ സർക്കംഫറൻസ് നോക്കുന്നല്ലേ? ആണോ? എങ്കിൽ ചോദ്യം അതെവിടെ നോക്കും? സുപ്രാ ഓർബിറ്റിൽ റീച്ച് തൊട്ട് എവിടെയാ? ബാക്ക് ഭാഗത്ത് താഴ്ഭാഗത്തുള്ള ഓക്സിപിറ്റൽ പ്രോമിനൻസ് വരെയല്ലേ എപ്പോഴും ഹെഡിന്റെ സർക്കംഫറൻസ് നോക്കുന്നത്? ശരിയല്ലേ? എങ്കിൽ കേരള P6 പ്രീവിയസ് ചോദ്യമാണ്. ഹെഡിന്റെ സർക്കംഫറൻസ് നോർമൽ എത്രയാ? നോർമൽ ഹെഡ് സർക്കംഫറൻസ് എത്രയാ? 33 മുതൽ 35 അല്ലേ? ശരിയല്ലേ? ശരിയാണോ? 33, 35 ആണോ? ഈ ചോദ്യം ആരെങ്കിലും കണ്ടോണ്ടോ എവിടെയെങ്കിലും? ഉണ്ട്. അറ്റ് ബർത്ത് സമയത്ത് ഹെഡിന്റെ സർക്കംഫറൻസ് എത്രയാ? കേരള P6 പ്രീവിയസ് ചോദ്യമാണ്. ബർത്ത് സമയത്ത് ഹെഡിന്റെ സർക്കംഫറൻസ് എത്രയാ? ഹെഡിന്റെ സർക്കംഫറൻസ് എത്രയാ? 33 മുതൽ 35 സെന്റിമീറ്റർ വരെ അല്ലേ? ചോദിക്കട്ടെ, ഒരു കുഞ്ഞ് ജനിച്ച ശേഷം നമ്മളെപ്പോ നോക്കുന്നത്?
ഒരു കുഞ്ഞ് അഞ്ജന തന്റെ ക്യാമറ ഓഫ് ചെയ്ത് തന്റെ കുഞ്ഞെ പഠിക്കുന്നല്ലേ, അഞ്ജന തന്റെ കുഞ്ഞ് പഠിക്കുന്ന ക്ലാസ് ക്യാമറ ഓഫ് ചെയ്ത് തന്റെ കുഞ്ഞാണ് ക്ലാസ് നോക്കുന്നത്. കുഞ്ഞെന്ന് പറഞ്ഞപ്പോ കുഞ്ഞ് പഠിക്കുന്നു, നല്ല കാര്യമല്ലേ? ആ കുട്ടിയെങ്കിലും രക്ഷപ്പെട്ടു അല്ലേ? ആ കുട്ടിയെങ്കിലും പഠിച്ച് രക്ഷപ്പെട്ട് ആ കുഞ്ഞാണ് ക്ലാസ് കയറുന്നത്. ഇതുപോലെ ആരെങ്കിലും ഉണ്ടോ? തനിക്ക് പോലെ എക്സാം എഴുതാൻ പോകുന്ന കുഞ്ഞാണോ അത് പഠിക്കായിരുന്നു. അത് ഉള്ള സ്കൂളിലും പഠിച്ച ശേഷം സ്കൂളിലും പഠിച്ചു വീട്ടിൽ വന്ന് അമ്മയുടെ ക്ലാസ്സും പഠിക്കുകയാണ്. സ്കൂളിലും പഠിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്ന് അമ്മയുടെ ക്ലാസ് പഠിച്ച് അത് അടുത്ത മാസം എക്സാം എഴുതാൻ പോവുകയാണ്. ആരോട് പറയാം? ആര് കേൾക്കാൻ? ശരിയല്ലേ? ആരോട് പറയാം? ആര് കേൾക്കാൻ? അത് കഷ്ടപ്പെട്ട് രാവിലെ തൊട്ട് സ്കൂളിലും പോയ ശേഷം പഠിച്ച ശേഷം വീട്ടിൽ വന്ന് അമ്മയുടെ ക്ലാസ്സും കൂടെ പഠിച്ച് നോട്ട് എഴുതി വെച്ച് അമ്മ കൊടുത്തു. അമ്മ ഇത് നോട്ട്, ഇന്നത്തെ ക്ലാസ് നോട്ട് ഇതാണ് സാർ പഠിപ്പിച്ചത്, വേണേ പഠിച്ചോ, രക്ഷപ്പെടണമെങ്കിൽ പഠിച്ചോ, ഞാൻ പാസ്സാവും, അമ്മ വേണേ പഠിച്ച് പാസ്സാവും. അതാണ് അവസ്ഥ. സത്യമല്ലേ? ബർത്തിൽ എത്രയാ ഹെഡിന്റെ സർക്കംഫറൻസ് എത്രയാ? ബർത്തിൽ ഹെഡിന്റെ സർക്കംഫറൻസ് എത്രയാ? 30 മുതൽ 35 സെന്റിമീറ്റർ ആണോ? ഇത് എപ്പം മെഷർ ചെയ്യും? അതാ ചോദ്യം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് 48 മണിക്കൂർ ശേഷം, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ ശേഷം 48 മണിക്കൂർ ശേഷമാണ് എപ്പോഴും ഈ പറഞ്ഞ ഹെഡിന്റെ സർക്കംഫറൻസ് എടുക്കുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് 48 മണിക്കൂർ അതുവരെ നോക്കുക. കാരണം എന്താ 48 മണിക്കൂർ വരെ എന്താ നോക്കാത്തത്? ശേഷം നോക്കുക. കാരണം എന്താ? കുഞ്ഞ് താഴോട്ടൊരു സമയത്ത്, കുഞ്ഞ് ഇത് ഡിസെൻഡ് ചെയ്ത് താഴോട്ടൊരു സമയത്ത് എവിടെയെങ്കിലും ഇത് മോൾഡിങ് എന്ന വാക്കുണ്ടോ? ദ മോൾഡിങ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടോ? ദ മോൾഡിങ് ഉണ്ടല്ലോ. ആ സമയത്ത് ഹെഡിന്റെ സർക്കംഫറൻസ് നോക്കിയാൽ അത് കൃത്യം കിട്ടും? ഇല്ല. ആ സമയത്ത് ഹെഡിന് നോക്കിയിട്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ 48 മണിക്കൂർ ശേഷം എപ്പോഴും ഹെഡിന്റെ സർക്കംഫറൻസ് നോക്കുന്നത് എക്സാമിന് ചോദ്യമാണ്. എക്സാമിന് KPSC എക്സാമിന് ചോദ്യമാണ്. ഹെഡിന്റെ സർക്കംഫറൻസ് നോക്കുന്നത് ഫസ്റ്റ് 24 hours ആണോ, ഫസ്റ്റ് 48 hours ആണോ, ഫസ്റ്റ് 72 hours ആണോ, ഫസ്റ്റ് 1 hour-ലാണോ? 48 അല്ലേ? 48 hours ശേഷം 48 മണിക്കൂർ ശേഷം എപ്പോഴും ഹെഡിന്റെ സർക്കംഫറൻസ് നോക്കാറുണ്ട്. എപ്പോ കൂടും? സർക്കംഫറൻസ് അല്ലേ? ബർത്തിൽ 33 പറഞ്ഞില്ലേ? ബർത്തിൽ 33 എപ്പോ കൂടും? എപ്പോ കൂടും? എപ്പോൾ കൂടും? എപ്പോൾ കൂടും ഇവിടെ? എങ്ങനെ കൂടും? എപ്പോ കൂടും? എപ്പോ കൂടും? ഫസ്റ്റ് 3 മാസമാണോ? ഫസ്റ്റ് 3 മാസമാണോ? ഫസ്റ്റ് 3 മാസത്തിലാണോ? ഫസ്റ്റ് 3 മാസത്തിലാണോ? ആദ്യത്തെ 3 മാസം കൂടും. എത്ര കൂടും? ഫസ്റ്റ് 3 മാസം ആകുമ്പോൾ 2 സെന്റിമീറ്റർ കൂടും അല്ലേ? ഫസ്റ്റ് 3 മാസമാകുമ്പോൾ 2 സെന്റിമീറ്റർ വെച്ച് കൂടും. ചോദ്യം ഇതാണ്, അറ്റ് ബർത്തിൽ എത്രയാ? അറ്റ് ബർത്തിൽ ഹെഡിന്റെ സർക്കംഫറൻസ് എത്രയാ? അറ്റ് ബർത്തിൽ എത്ര? 33 അല്ലേ? ബർത്ത് ആകുമ്പോൾ 33 അല്ലേ? പക്ഷെ ഫസ്റ്റ് 3 മാസം ആകുമ്പോൾ 2 സെന്റി കൂടല്ലേ? 3 മാസമാകുമ്പോൾ 2 സെന്റിമീറ്റർ വെച്ച് കൂടും. അടുത്ത് 4 മുതൽ 6 മാസം ആകുമ്പോഴോ? 4 മുതൽ 6 മാസം ആകുമ്പോൾ 1 സെന്റിമീറ്റർ വെച്ച് കൂടും. മറക്കരുത്, ഫസ്റ്റ് 2 മാസമാണെങ്കിൽ ഇത്ര ആയിരിക്കും? 3 മാസമാണെങ്കിൽ 2 സെന്റിമീറ്റർ വെച്ച് കൂടുകയും 6 മാസമാണെങ്കിൽ
1 സെന്റിമീറ്റർ വെച്ച് കൂടുകയും എപ്പോഴും ഹൈറ്റ് ആണോ വെയിറ്റ് ആണോ? അത് ഓർമ്മിച്ച് വെയിറ്റ് ആണോ ഹൈറ്റ് ആണോ? ഹൈറ്റ് അല്ലേ? ഹൈറ്റ് അല്ലേ? ഹൈറ്റ് അല്ലേ? ഓർമ്മയ്ക്ക് ഹൈറ്റ് അല്ലേ? കൂടും. അത് ചോദ്യം ഇതാണ്. ആദ്യത്തെ 2 മാസം എത്ര വെച്ച് കൂടും? ആദ്യത്തെ 2 മാസമാകുമ്പോൾ എത്ര വെച്ച് കൂടും? ആദ്യത്തെ 2 മാസമാകുമ്പോൾ എത്ര വെച്ച് കൂടും? 2 സെന്റിമീറ്റർ അല്ലേ? 2 സെന്റിമീറ്റർ അല്ലേ? 2 സെന്റിമീറ്റർ. അടുത്ത 6 മാസം ആകുമ്പോൾ എത്ര വെച്ച് കൂടും? അടുത്ത 6 മാസം ആകുമ്പോൾ എത്ര വെച്ച് കൂടും? 1 സെന്റിമീറ്റർ അല്ലേ? അല്ലേ? ഫസ്റ്റ് 3 മാസമാണെങ്കിൽ 2 സെന്റിമീറ്ററും അടുത്ത 6 മാസമാണെങ്കിൽ 1 സെന്റിമീറ്ററും അത് കഴിഞ്ഞ് 6 തൊട്ട് 12 മാസമാണെങ്കിലോ അത് കഴിഞ്ഞ് 6 മുതൽ 12 മാസമാണെങ്കിൽ 2 ആണോ 1 ആണോ അതിന്റെ പകുതിയാണോ? 2 ആണോ 1 ആണോ അതിന്റെ പകുതിയാണോ? പറഞ്ഞേ ഫസ്റ്റ് 3 മാസം 2 ആണെങ്കിൽ അടുത്ത 6 മാസം 1 ആണെങ്കിൽ അടുത്ത 6 12 ആയിരിക്കും പകുതിയല്ലേ? 0.5 സെന്റിമീറ്റർ. പഠിക്കുക എളുപ്പമല്ലേ? ഫസ്റ്റ് 3 മാസം എത്രയാ? ഫസ്റ്റ് 3 മാസം എത്ര കൂടുന്നത്? 2 സെന്റിമീറ്റർ per month അല്ലേ? 2 അല്ലേ? ഫസ്റ്റ് 3 മാസമാണെങ്കിൽ 2 സെന്റിമീറ്റർ. അത് കഴിഞ്ഞ് 6 മാസമാണെങ്കിലോ 1 സെന്റിമീറ്റർ. അത് കഴിഞ്ഞ് 6 തൊട്ട് 12 ആണെങ്കിലോ 0.5 സെന്റിമീറ്റർ അല്ലേ? ഇത്രയും കളിയതാ. ഇതുവരെ പറഞ്ഞു കിട്ടിയ എല്ലാവർക്കും എല്ലാം ഇമ്പോർട്ടന്റ്. ഒരു കാര്യം പോലും വിടാനില്ല. ഒരു കാര്യം പോലും അവിടെ ഇവിടെ കളയാനോ ഒന്നുമില്ല. എല്ലാം ഫുഡ് കഴിച്ചോളെ. ഫുഡ് കഴിച്ചോ? കഴിച്ചു. ഈ എക്സാമിന് ഇത് ഫെയിൽ ആയി എന്ത് ചെയ്യും? എക്സാമിന് ഫെയിൽ ആയി എന്ത് ചെയ്യും? പഠിക്കാൻ പോകില്ലേ? ഇനി പഠിക്കാൻ പോകും? ഇല്ല. റിപ്പീറ്റ് ചെയ്യില്ലേ? ഇല്ല. ചെയ്യോ? എക്സാമിന് ഫെയിൽ ആയി എന്ത് ചെയ്യും? ഒറ്റ ചോദ്യം, ഫെയിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നമ്മളെപ്പോഴും ഫ്യൂച്ചറും പാസ്റ്റും പ്രസന്റും ആലോചിക്കണം. എക്സാമിന് ഫെയിൽ എന്ത് ചെയ്യും? ഫ്യൂച്ചറും പ്രസന്റും പാസ്റ്റും ആലോചിക്കണം. ആലോചിക്കാറുണ്ടോ? എപ്പോഴും ആലോചിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്റെ ഒരു രീതി ഇതാണ്. ഒന്നും പഠിച്ചില്ലെങ്കിൽ നെക്സ്റ്റ് എക്സാം ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അടുത്ത എക്സാം ട്രൈ ചെയ്യണമെങ്കിൽ 3 വർഷം കഴിയണ്ടേ? അടുത്ത എക്സാം ട്രൈ ചെയ്യണമെങ്കിൽ 3 വർഷം കഴിയണ്ടേ? 3 വർഷം കഴിഞ്ഞ് ട്രൈ ചെയ്ത് വീണ്ടും പാസ്സായി 4ാമത്തെ വർഷം ലിസ്റ്റിൽ വന്ന് 5ാമത്തെ വർഷം ജോലി കയറിയാൽ മതിയോ? 3 വർഷം കഴിഞ്ഞ് എഴുതി 4 വർഷമാകുമ്പോ ലിസ്റ്റിൽ കയറിയാൽ മതിയോ? സാഹചര്യം മാറില്ലേ? സമയവും സാഹചര്യം മാറില്ലേ? സമയം അപ്പൊ മാറില്ലേ? സമയം സാഹചര്യം മാറില്ലേ? ഇപ്പോൾ പഠിക്കുന്ന സിറ്റുവേഷൻ കിട്ടാറോ? അപ്പോഴും കിട്ടില്ല. ഇപ്പോൾ കിട്ടുന്ന സിറ്റുവേഷൻ കിട്ടോ? ഇല്ല. എന്റെ കൂടെ പഠിക്കടേ. എന്റെ കൂടെ പഠിക്കുക. എന്റെ എല്ലാ ക്ലാസ്സും പഠിക്കരുന്ന്. ഒരിക്കലും ആ സാഹചര്യം വരില്ല. പഠിക്കാൻ വേണ്ടി പറയില്ല. എല്ലാം പറയുന്ന കാര്യം പഠിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഞാൻ വെറുതെ പഠിപ്പിച്ച് കഴിയില്ല. ഒരു സെക്കൻഡ് ഓപ്ഷൻ നോക്കരുത്. ഇതാണ് ലാസ്റ്റ് ചാൻസ്. ഇതാണ് അവസാനം. ഇത് എക്സാം ഇല്ല. ഇതായിരിക്കണം അവസാനം. എങ്ങനെയുണ്ടോ? നിങ്ങൾ എഴുതുന്ന എക്സാം അവസാനം ഇതായിരിക്കണം. ഇനി ഒരു എക്സാം ഞാൻ എഴുതില്ല. ആ പാസ്വേഡ് മറന്നേക്കട്ടോ. കേരള PSC എക്സാം ലോഗിൻ ചെയ്യുന്ന പാസ്വേഡ് ഇതോടെ മറന്നേക്ക്. കേൾക്കുന്നുണ്ടോ? ഇനി ഒരിക്കൽ ഞാൻ പാസ്വേഡ് ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യുകയില്ല. ഹാൾ ടിക്കറ്റ് ഇത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യുക. ഇതോടുകൂടി ഇതിന് ശേഷം ഞാൻ ഒരിക്കലും അത് ലോഗിൻ ചെയ്യില്ല എന്ന് ഉറപ്പിക്കും. ഇതിന് ശേഷം ഞാൻ അത് ലോഗിൻ ചെയ്യില്ല. ഈ ഒരു DME എക്സാം ശേഷം
ഞാൻ ലോഗിൻ ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കാൻ പോകുന്നില്ല. ചെയ്യൂ ചെയ്യൂ ഇല്ല. അടുക്കളയിൽ മാത്രം മതി ജീവിതം, കിച്ചണിൽ മാത്രം മതിയോ ജീവിതം, ഒരു റൂമിനകത്ത് മാത്രം മതിയോ ജീവിതം, ഒരു വീടിനകത്ത് മാത്രം മതിയോ നിങ്ങളുടെ പഠനം? ജോലി ഒരു സ്വപ്നമല്ലേ? ജോലി ഒരു സ്വപ്നമല്ലേ? പഠിച്ച കാര്യം ചെയ്യണ്ടേ? പഠിച്ച കാര്യം ചെയ്യണ്ടേ? ചെയ്യണ്ടേ? പഠിച്ച കാര്യം ചെയ്യണ്ടേ? എത്ര പറയണം? പെൺകുട്ടികൾ പറഞ്ഞു ചെയ്യണ്ടേ? പറഞ്ഞു പഠിച്ചു ചെയ്യണ്ടേ? ആ പോസ്റ്റ്മാന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിക്കണ്ടേ? ആ പോസ്റ്റ്മാന്റെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങണ്ടേ? അത് വാങ്ങേണ്ട കയ്യിൽ നിന്ന് എന്ത് അപ്പോയിന്റ്മെന്റ് വാങ്ങിക്കേണ്ട കയ്യിൽ നിന്ന്? ആ പോസ്റ്റ്മാന്റെ കയ്യിൽ നിന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങിക്കേണ്ടേ? അത് കുഞ്ഞെ പറയടേ, വാങ്ങിക്കണ്ടേ? വേണം, പഠിക്കടേ. ഞാൻ ഉണ്ടായിക്കോട്ടെ, ഞാൻ പഠിക്കും. സോ 6 മുതൽ 12 മാസം വരെ എത്ര കൂടും? 6 മുതൽ 12 മാസം കൂടും 0.5 സെന്റിമീറ്ററിൽ. ഇത്രയും പറഞ്ഞ ഹൈറ്റ് ആണോ വെയിറ്റ് ആണോ? ഇതുവരെ പറഞ്ഞ കാര്യം ഹൈറ്റ് ആണോ വെയിറ്റ് ആണോ? ഹൈറ്റ് അല്ലേ? ഇതേ ഹൈറ്റ് ഇല്ലേ? ഇതേ ഹൈറ്റ് ഫസ്റ്റ് 3 മാസമാവും എത്രയാവും? അടുത്ത ചോദ്യമാണ് വളരെ ഇമ്പോർട്ടന്റ്. ഇതേ ഹൈറ്റ് തന്നെ അടുത്ത 3 മാസമാകുമ്പോൾ ഇത്രയും 40 സെന്റിമീറ്ററായി മാറും. ഹൈറ്റ് 3 മാസമാകുമ്പോൾ 40 സെന്റിമീറ്ററായി മാറും. മറക്കരുത്, ഹൈറ്റ് 3 മാസവും 40 സെന്റിമീറ്ററും 6ാമത്തെ മാസം അല്ലേ? അത് ഹൈറ്റ് അല്ലേ? ഹൈറ്റ് അല്ലേ? ഹൈറ്റ് അല്ലേ? ഹൈറ്റ് അല്ലേ? ചോദ്യം ഇതാണ്. ഇനി സെന്റിമീറ്റർ ചോദിക്കും, എത്ര സെന്റിമീറ്റർ അത് പഠിക്കണ്ടേ? പെർ മന്ത് പറഞ്ഞില്ലേ? പെർ മന്ത് പറഞ്ഞെങ്കിൽ മാസ കണക്ക് കൂടെ ചോദിക്കും. 3 മാസമായിട്ട് ഇത്രയും 40 സെന്റിമീറ്റർ ആയിരിക്കും. 6 മാസം ആണെങ്കിലും 3 മാസം 40 സെന്റിമീറ്റർ ടോട്ടൽ ആയിരിക്കും. 6 മാസമാണെങ്കിൽ 42 സെന്റിമീറ്റർ ആയിരിക്കും. മറക്കരുത്, 3 മാസം 40 സെന്റിമീറ്റർ, 6 മാസമാണെങ്കിൽ 42 സെന്റിമീറ്റർ. ഇനി 1 ഇയർ ആണെങ്കിലോ? 1 ഇയർ ആണെങ്കിലോ? 1 ഇയർ ആണെങ്കിലോ? 45 45 45. 1 ഇയർ ആണെങ്കിൽ 45. അപ്പോ ഫസ്റ്റ് 6 മാസം എത്ര ഹൈറ്റ്? എത്ര 6 മാസം ആകുമ്പോൾ ഹൈറ്റ് എത്രയാ? യെസ്, ഹൈറ്റ് ആണ്. ഹൈറ്റ് 6 മാസം എത്രയാ? 6 മാസം എത്രയാ? 6 മാസം എത്രയാ? 6 മാസം ഹൈറ്റ് എത്രയാ? 42 സെന്റിമീറ്റർ. 1 ഇയർ എത്രയാ? 1 ഇയർ എത്രയാ? 45 സെന്റിമീറ്റർ. அந்த 2 ഇയേഴ്സ് ആകുമ്പോ 2 വയസ്സാകുമ്പോ 48 സെന്റിമീറ്റർ. 2 വയസ്സാകുമ്പോ 48 സെന്റിമീറ്റർ. ശരിയല്ലേ? സോ അത് ബർത്ത് ടൈം എത്രയാ? ബർത്ത് ടൈം എത്രയാ? ഹൈറ്റാ പറയുന്നത്, ഹൈറ്റ്. ഇത് ബർത്ത് സമയം എത്രയാ? ബർത്ത് സമയം എത്രയാ? ബർത്ത് സമയം എത്രയാ? 33 to 35 ആണോ? 33 35 ആണോ? 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 ആ ഹെഡ 6 മാസം എത്രയാ? 6 മാസം എത്രയാ? സർക്കമൻസ്, ഹെഡിന് സർക്കമൻസ് 6 മാസം എത്രയാ? 42 സർക്കമൻസ് 42. 1 ഇയറിലോ? 1 ഇയറിലോ? 1 ഇയറിലോ? 1 ഇയറിലോ? 45. 2 വയസ്സാകുമ്പോൾ 48 സെന്റിമീറ്റർ. ഹെഡ് ആണോ ചെസ്റ്റ് ആണോ പറഞ്ഞത്? ഹെഡ് ആണോ ചെസ്റ്റ് ആണോ ഹൈറ്റ് ആ പറഞ്ഞത്? ഹെഡ് സർക്കമൻസ് അല്ലേ? ഹെഡ് അല്ലേ? ഹെഡിന്റെ സർക്കമൻസിലെ 2 വയസ്സാകുമ്പോ ഹെഡിന്റെ സർക്കംഫറൻസ് എത്രയാ? 2 വയസ്സാകുമ്പോൾ ഹെഡിന്റെ സർക്കംഫറൻസ് എത്രയാ? 48 സെന്റിമീറ്റർ. 6 മാസമാകുമ്പോൾ ഹെഡിന്റെ സർക്കംഫറൻസ് എത്രയാ? 42 സെന്റിമീറ്റർ അല്ലേ?
6 മാസം 42. 1 ഇയറോ 45. 2 ഇയറോ 48. നമ്മളെപ്പോഴും ഇത് മാൽ ന്യൂട്രീഷൻ നോക്കുന്നത് ഇത് വെയിറ്റ് ആണോ, ഹൈറ്റ് ആണോ, ഹെഡ് ആണോ നോക്കുന്നത്. ഒരു കുഞ്ഞിന് ഇത് മാൽ ന്യൂട്രീഷൻ ഉണ്ടെന്ന് നോക്കുന്നത് ഹെഡ് ആണോ, ചെസ്റ്റ് ആണോ, ഹൈറ്റ് ആണോ? ഇത് മാൽ ന്യൂട്രീഷൻ. നമ്മളെപ്പോഴും എന്താ മാൽ ന്യൂട്രീഷൻ നോക്കുന്നത് എന്താ? ഹൈറ്റ് ആണോ, ചെസ്റ്റ് ആണോ, മിഡാമോ ആണോ? 2 വയസ്സ് വരെ. 2 വയസ്സ് വരെ. 2 വയസ്സ് വരെ. അതാരും പറയില്ല. 2 വയസ്സ് മാത്രം. 2 വയസ്സ് വരെ മാത്രം. 2 വയസ്സ് വരെ മാത്രം. ഞാൻ ചോദിക്കും, 2 വയസ്സ് വരെ മാത്രം മാൽ ന്യൂട്രീഷൻ നോക്കുന്നത്. 2 വയസ്സ് വരെ മാത്രം മാൽ ന്യൂട്രീഷൻ എന്താ വെച്ചാ? എന്ത് വെച്ചാ? ഹെഡ് അല്ലേ? ഹെഡിന്റെ സമസ്യ. 2 വയസ്സ് വരെ കുഞ്ഞിന് മാത്രം എപ്പോഴും മാൽ ന്യൂട്രീഷൻ നോക്കുന്നത് വെച്ചാ ഏതാ? ഹെഡിന്റെ സർക്കംഫറൻസ് അല്ലേ? കാരണം എന്താ? എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? ഈ പറഞ്ഞ 2 വയസ്സാകുമ്പോ ഈ പറഞ്ഞ ഗ്രോത്ത് കംപ്ലീറ്റ് ആവും. 2 വയസ്സാകുമ്പോ ഇത് ഗ്രോത്ത് കംപ്ലീറ്റ് ആവും. 2 വയസ്സാകുമ്പോ ഹെഡിന്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ഇല്ലല്ലോ. 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 ഇല്ല. ഇല്ല. സോ ദ ഹെഡ് മെഷർ ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഇത് മെഷർ ടൈപ്പ് യൂസ് ചെയ്യോ, അതോ ദ നോൺ മെഷർ ആയിട്ടുള്ള നോൺ സ്ട്രെച്ചബിൾ യൂസ് ചെയ്യും? ആ 2 വയസ്സ് വരെ നമ്മൾ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു മെഷറിംഗ് ടൈപ്പ് യൂസ് ചെയ്യോ, നോൺ സ്ട്രെച്ചബിൾ ആണ്? ആര് പറയാം? ഇത് നോൺ അല്ലേ? നോൺ അല്ലേ? 2 വയസ്സ് എപ്പോഴും നോൺ സ്ട്രെച്ചബിൾ അല്ലേ? 2 വയസ്സ് എപ്പോഴും നോൺ സ്ട്രെച്ചബിൾ യൂസ് ചെയ്യുന്നത് ആണോ? പറഞ്ഞേ. നേരത്തെ പറഞ്ഞു. അത് ഏതൊട്ടിതൂരാ? ഏതൊട്ടിതൂരാ? സുപ്ര ഓർബിറ്റൽ റീച്ച് ദൂരെയാ? സുപ്ര ഓർബിറ്റൽ റീച്ച് ദൂരെയാ? ചോദ്യം വരും. ഏതൊട്ടി ദൂരെയാ? ആ ടേപ്പ് യൂസ് ചെയ്തോട്ട് ദൂരെയാ? സുപ്ര ഓർബിറ്റൽ റീച്ച് ഏത് ദൂരെയാടേ? ഏത് ദൂരെയാ? ഓക്സിപ്പിറ്റൽ വരെയല്ലേ? ഓക്സിപ്പിറ്റൽ വരെയല്ലേ? അല്ലേ? ഈ ഫ്രണ്ടിന്റെ സുപ്ര ഓർബിറ്റൽ റീച്ച് തൊട്ട് ഓക്സിപ്പിറ്റൽ വരെയല്ലേ എപ്പോഴും നോക്കുന്നത്? അല്ലേ? ആണ്. സോ അറ്റ് ബർത്ത് എത്രയാ? അറ്റ് ബർത്തിൽ എത്ര സെന്റിമീറ്ററാ? അറ്റ് ബർത്തിൽ എത്ര സെന്റിമീറ്റർ ഉണ്ട്? 33 തൊട്ട് 35 വരെ. അടുത്ത 3 മാസം എത്രയാ? അടുത്ത 3 മാസം എത്രയാ? എത്രയാ? 40. ഇത് മെഷർ ചെയ്യും. ഫസ്റ്റ് 48 hours അല്ലേ? ഫസ്റ്റ് 48 hours അല്ലേ? അല്ലേ? ഫസ്റ്റ് 48 hours ആണ്. 6 തൊട്ട് 12 മാസം വരെ എത്രയാ? 6 മുതൽ 12 മാസം വരെ എത്രയാ? 6 മുതൽ 12 മാസം വരെ എത്രയാ? 6 മുതൽ 12 മാസത്തെ ചോദ്യം വരും. 6 തൊട്ട് 12 months എത്രയാ? 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 0.5 അല്ലേ? യെസ്. ഇത്ര കിട്ടിയോ? ഇത്ര കിട്ടിയോ? ഇവിടെ കേരള PSC എക്സാമിന് പ്രീവിയസ് ചോദ്യം ഉണ്ടായിരുന്നു. ഹെഡ് സർക്കംഫറൻസ് നോക്കുന്നത് സുപ്ര ഓർബിറ്റ് തൊട്ട് ഓക്സിപ്പിറ്റൽ വരെ അല്ലേ? എക്സാമിന് ചോദ്യം കേട്ടോ. സുപ്ര ഓർബിറ്റ് തൊട്ട് എവിടെയാ? ഓക്സിപ്പിറ്റൽ വരെയാണ്. അത് എക്സാമിന് ചോദിക്കും. ചോദ്യം വരുന്നത് ഇത് പെരേറ്റിലാണോ, ഇത് ഫ്രോണ്ടലാണോ? എവിടെയാണ്? ഇത് പെരേറ്റിലാണോ, ഫ്രോണ്ടലാണോ? അതോ സുപ്ര ഓർബിറ്റ് തൊട്ട് ഓക്സിപ്പിറ്റൽ വരെയാണോ? പെരേറ്റൽ ഓർ ഫ്രോണ്ടൽ ഓർ ഓർബിറ്റൽ? ഏതൊരു ഓക്സിപ്പിറ്റൽ ആണോ? ഏതാ? ചോദ്യം വരുന്നത് പെരേറ്റിലാണോ, ഫ്രോണ്ടലാണോ, ഓക്സിപ്പിറ്റൽ വരെയാണോ? പെരേറ്റിലാണോ, ഫ്രോണ്ടലാണോ, ഓക്സിപ്പിറ്റൽ വരെയാണോ? കേരള PSC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യം ഇതായിരുന്നു. പെരേറ്റിലാണോ, ഫ്രോണ്ടലാണോ, ഓക്സിപ്പിറ്റലാണോ? ഓക്സിപ്പിറ്റൽ. മറക്കരുത്. സുപ്ര ഓർബിറ്റൽ
ദ റിഡ്ജ് തൊട്ട് ഏത് പറയാ ഓക്സിബിൾ പ്രോമിനൻസ് വരെ എപ്പോഴും നമ്മൾ ഹെഡിന്റെ മെഷർമെന്റ് ചെയ്ത അല്ലേ. സോ അറ്റ് ബർത്ത് ടൈം എത്രയാ? അറ്റ് ബർത്ത് ടൈമിൽ എത്രയാ? അറ്റ് ബർത്ത് ടൈമിൽ എത്ര സെന്റിമീറ്റർ ഉണ്ട്? 33 തൊട്ട് 35ആണോ? അറ്റ് ബർത്തിൽ 33 തൊട്ട് 35 വരെ. യൂഷ്വലി 48 മണിക്കൂർ ശേഷം നോക്കാറുണ്ടല്ലേ. യൂഷ്വലി 48 മണിക്കൂർ ശേഷമാണ് നോക്കുന്നത് അല്ലേ. ഇനി ആദ്യത്തെ 2 മാസം എത്ര വെച്ച് കൂടും? ആദ്യത്തെ 2 മാസം എത്ര സെന്റിമീറ്റർ വെച്ച് കൂടും? ഞാൻ എല്ലാ ചോദ്യം പറഞ്ഞു തരികയാണ്. ആദ്യത്തെ 2 മാസം ആകുമ്പോൾ എത്ര സെന്റിമീറ്റർ വെച്ച് കൂടും? 2 സെന്റിമീറ്റർ. 4 മുതൽ 6 മാസം ആകുമ്പോൾ എത്ര സെന്റിമീറ്റർ വെച്ച് കൂടും? 4 മുതൽ 6 മാസം ആകുമ്പോൾ 1 സെന്റിമീറ്റർ വെച്ച് കൂടും. 1 കൂടല്ലേ. 6 മുതൽ 12 ആണെങ്കിലോ? 6 മുതൽ 12 ആണെങ്കിലോ 0.5 അല്ലേ. ഇനി ഫസ്റ്റ് 3 മാസം എത്ര സെന്റിമീറ്റർ ഉണ്ട്? ഫസ്റ്റ് 3 മാസമാകുമ്പോൾ എത്ര സെന്റിമീറ്റർ ഉണ്ട്? ഹെഡ് സർക്കുമെൻസ് 40 സെന്റിമീറ്റർ. ഫസ്റ്റ് 6 മാസമാണെങ്കിലോ? ഫസ്റ്റ് 6 മാസമാണെങ്കിൽ 42 സെന്റിമീറ്റർ ആണോ? ആണോ? ഫസ്റ്റ് 1 ഇയർ എത്രയാ? ഫസ്റ്റ് 1 ഇയർ എത്രയാ? 1 ഇയർ എത്രയാ? 1 ഇയർ എത്രയാ? 45 സെന്റിമീറ്റർ അല്ലേ. 1 ഇയർ ആണെങ്കിൽ 45 സെന്റിമീറ്റർ. 2 വയസ്സ് പോലെ എപ്പോഴും നമ്മൾ ഈ പറഞ്ഞ എന്താ മാൽ ന്യൂട്രീഷൻ ഇപ്പൊ കണ്ടുപിടിക്കാൻ എപ്പോഴും എന്താ ഹെഡ് ആണ് കേട്ടോ. 2 വയസ്സ് പോലെ എപ്പോഴും ദ മാൽ ന്യൂട്രീഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഹെഡിന്റെ സർക്കംഫറൻസ് ആണ് കേട്ടോ. ശരിയല്ലേ? 2 വയസ്സ് വരെ ആ. അപ്പൊ ഇത് 2 എത്രയാ? 2 ഇയർ 40 സെന്റിമീറ്റർ അല്ലേ. 2 വയസ്സാകുമ്പോൾ 48 സെന്റിമീറ്റർ വരെ ആവും അല്ലേ. യെസ്. കിട്ടിയോ? എന്താ ഹെഡ് ക്ലിയർ ആയോ? ഹെഡ് ക്ലിയർ ആയോ? ഹെഡ് ക്ലിയർ ആയോ? ഹെഡ് ഫുള്ള് ക്ലിയർ ആയിട്ട് സംശയമില്ല പറഞ്ഞു. ഹെഡ് ഫുള്ള് ഞാൻ പലതവണ പറഞ്ഞു. ഫസ്റ്റ് 1 ഇയർ എത്രയാ? ഫസ്റ്റ് 1 ഇയർ എത്രയാ? ഫസ്റ്റ് 1 ഇയർ എത്രയാ? 1 ഇയർ 1 ഇയർ എത്രയാ? ഫസ്റ്റ് 1 ഇയർ എത്ര? 1 ഇയർ 45. 6 മാസം എത്രയാ? 6 മാസം എത്രയാ? 40 40 6 മാസം 2. അത് 2 എത്ര? 2 ദിവസം 48. എട്ടാണോ? ഓക്കെ. ഒരു 5 ബ്രേക്ക് കേട്ടെ. 5 മിനിറ്റ് ബ്രേക്ക് കേട്ടോ. 5 മിനിറ്റ് ബ്രേക്ക്. ഓടിപ്പോയി 5 മിനിറ്റ് ബ്രേക്ക് തരാം. 5 മിനിറ്റ് ബ്രേക്ക് തരാം. ഓടിപ്പോയിട്ട് കേട്ടോ. ഓടിപ്പോയി പോയിട്ട് ശേഷം നമുക്ക് ചെസ്റ്റ് നോക്കാം. ചെസ്റ്റ് നോക്കാം കേട്ടോ. ചെസ്റ്റ് നമുക്ക് നോക്കാം. ഓടിപ്പോയി ചെറിയ ബ്രേക്ക് 5 മിനിറ്റ് ഓടിപ്പോയിട്ട് കേട്ടോ. 5 മിനിറ്റ് വെള്ളം കുടിച്ചിട്ടോ. ഓടിപ്പോട്ടോ. ആ ഫസ്റ്റ് ലെക്ചർക്ക് റിസർച്ച് എഡ്യൂക്കേഷൻ കൊടുത്തായിരുന്നു. അവർക്ക് റിസർച്ചിന്റെയും എഡ്യൂക്കേഷന്റെയും നോട്ട്സും അതൊക്കെ എന്താ ചെയ്തിട്ട് അത് റിസർച്ച് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് നോട്ട് റെക്കോർഡിംഗ് എത്തിയിട്ടുണ്ട്.
സ്റ്റാർട്ട് ചെയ്യാൻ മോടെ, സ്റ്റാർട്ട് ചെയ്യാൻ മോടെ, അതിലെത്തിയോ? സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാൻ മോടെ. ഇത് ഹെഡ് പറഞ്ഞപ്പോഴേ, ഇത് ഹെഡല്ലേ പഠിച്ചത്, ഹെഡല്ലേ പഠിച്ചത് ഇതുവരെ ഹെഡല്ലേ പറഞ്ഞത്. ആ ഹെഡ് പറഞ്ഞപ്പോൾ കേരള PSC എക്സാമിന് നിങ്ങൾ പ്രീവിയസ് ആയിട്ട് ഏതെങ്കിലും ചോദ്യം കണ്ടിട്ടുണ്ടോ? പീഡിയാട്രിക്സ് ഓഫ് നഴ്സിംഗിൽ നിന്ന് കേരള PSC എക്സാമിന് ചോദ്യം അറിയാം. ഏത് ചോദ്യം അറിയാൻ മറക്കില്ല? എനിയോൺ ആ ഹെഡിന്റെ സർക്കംഫറൻസ് 33 താഴെ ആയാൽ എന്ത് വിളിക്കാം? ഹെഡിന്റെ സർക്കംഫറൻസ് 33 താഴെ വന്നാൽ എന്ത് വിളിക്കാം? കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. ക്വസ്റ്റ്യൻ വരും. 33 സെന്റിമീറ്ററിനെക്കാട്ടിലും ഹെഡ് സർക്കംഫറൻസ് കുറഞ്ഞ എന്ത് വിളിക്കാം? മൈക്രോ സെഫാലി. ആരെയും വായിച്ചു? എന്റെ ആ നോട്ട് അത് വായിച്ചു? എന്റെ ആ നോട്ട് വായിച്ചു? ആരെങ്കിലും വായിച്ച കുഞ്ഞ് വായിച്ചോടായിരിക്കും. പേജ് നമ്പർ ഐ തിങ്ക് ഞാൻ എഴുതിക്കൊണ്ട് എനിക്കറിയാം. ഞാൻ എഴുതിക്കൊണ്ട് അറിയാം 5-ാമത്തെയോ 6-ാമത്തെ പേജാണ്. ഞാൻ എഴുതിയോണ്ട് എനിക്കറിയാം 5-ാമത്തെയോ 6-ാമത്തെ പേജല്ലേ. 5-ാമത്തെയോ 6-ാമത്തെ എനിക്കറിയാം. എനിക്ക് ഓർമ്മയുണ്ട്. സവിത തനിക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാൻ എഴുതി ബുക്കല്ലേ. ഞാൻ എഴുതി നോട്ട് എനിക്കറിയാം. പേരും എനിക്കറിയാം. ഞാൻ എല്ലാം ഓർമ്മിക്കുന്ന ആളാണ്. അതിനകത്ത് 5-ാമത്തെയോ 6-ാമത്തെയോ പേജ് നോക്കുക. ഹെഡിന്റെ സർക്കംഫറൻസ് 33-നെക്കാട്ടിലും അത് കുറഞ്ഞാൽ എന്ത് വിളിക്കാം? മൈക്രോസെഫാലി. ഇനി കൂടിയാലോ? 35 കൂടിയാലോ? മാക്രോസെഫാലി. പതിയെ മാക്രോസെഫാലി എതിരുള്ള ഇടിയും ഹൈഡ്രോസെഫാലസ് അല്ലേ? CS കൂടുതൽ മനുഷ്യല്ലേ? മാക്രോസെഫാലി അല്ലേ? വായിച്ചോ? ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ആരെങ്കിലും ആർക്ക് കിട്ടാണ്ടോ? ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? ഇനി കിട്ടാനുണ്ടോ? പറയുക. എന്നാ അത് ഫുൾ എഴുതിയതേ 256 പേജോളം ഇതിന് എഴുതാൻ എത്ര ദിവസം അറിയാമോ? 256 പേജ് എഴുതാൻ എത്ര സമയം അറിയാമല്ലോ? അതും വളരെ വ്യക്തമായിട്ടെല്ലാം മാർക്ക് ചെയ്ത് എഴുതരാൻ വേണ്ടി ദിവസം എടുക്കില്ലേ, മാസം എടുക്കില്ലേ? 256 പേജോളം എഴുതരാൻ വേണ്ടി മാർക്ക് ചെയ്ത് എഴുതാൻ വേണ്ടി മാസങ്ങൾ എടുക്കില്ലേ? ഇതുപോലെ ആരെങ്കിലും തരും? ഇല്ലല്ലോ. ഇതുപോലെ ആരും തരില്ല. ആരും എഴുതരില്ല. ഇപ്പോൾ പഠിക്കുന്ന നോട്ടിന്റെ കൂടെ തന്നെ അത് എഴുതിയൊന്നും ആരും തരില്ല. ഞാൻ ഓരോ സബ്ജക്റ്റും ഇതുപോലെ തരും. റിസർച്ച്, എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ് പോലുള്ള ഇപ്പോ ചോദിച്ച ക്വസ്റ്റ്യൻ ഇപ്പോൾ ക്ലാസിന്റെ ഇടയിൽ ആരും വിളിച്ചു വെച്ചുള്ളൂ, സാർ റിസർച്ചിന്റെ റെക്കോർഡിംഗ് കൊണ്ടുവന്നു. ആർക്കും വേണോ? റിസർച്ച്, എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ്, സ്റ്റാറ്റിക്സ് റെക്കോർഡിംഗ് ഉണ്ട്. ആദ്യം പഠിക്കണം. ആർക്കും ഇപ്പൊ ഇത് ബ്രേക്ക് പോയപ്പോ ആരും ചോദിച്ചു, സാർ റിസർച്ച്, എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ്, സ്റ്റാറ്റിക്സിന്റെ റെക്കോർഡിംഗ് ഉണ്ടോ? വേണോ? ആർക്കില്ലേ? റിസർച്ച്, എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് 1 മാർക്ക്. സ്റ്റാറ്റിക്സ് 1 മാർക്ക് കേട്ടോ. 1 മാർക്ക് കേട്ടോ. സ്റ്റാറ്റിക്സ് 1 മാർക്ക്. റിസർച്ച്, എഡ്യൂക്കേഷൻ 3 മാർക്ക്. മാനേജ്മെന്റ് 2 മാർക്ക്. ആണോ? പഠിക്കൂ. എന്റെ ലൈവ് ഉണ്ട്. ഞാൻ ചോദിച്ചത് വേണോന്ന് ചോദിച്ചത് പാർവതി. ഞാൻ ചോദിച്ചത് ഇതാ കുഴപ്പം. ഞാൻ ഇപ്പൊ വേണമോ ചോദിച്ചത് മുൻകൂട്ടി പഠിക്കാൻ വേണ്ടി വേണമോ എന്നാ ചോദിച്ചു. പഠിപ്പിക്കാതിരിക്കൂല. ഞാൻ തന്റെ കയ്യിലെല്ലാം ഫീസ് വാങ്ങിച്ച് പഠിപ്പിക്കില്ലേ? അല്ലാതെ ഓരോ ടോപ്പിക്ക് ഇപ്പൊ നീട്ടാറുണ്ടോ? ഓരോ ചാപ്റ്ററും ഇത് നീട്ടണോ? ഓരോ ചാപ്റ്ററും ഇത്ര വലിച്ചിടണോ? നീട്ടണോ? വേണ്ടല്ലോ. ഞാൻ എല്ലാം കൃത്യമായി പഠിപ്പിക്കുന്നത്. അത്രയും വളരെ പറയേണ്ട കാര്യമില്ല. വേണമെങ്കിൽ മാത്രം മതി. ആരെങ്കിലും മെസ്സേജ് കേട്ടോ, വേണമെന്നുള്ളത് മെസ്സേജ് കേട്ടോ. റിസർച്ച്, എഡ്യൂക്കേഷൻ, മാനേജ്മെന്റ് ആവശ്യമുള്ളത് മാത്രം മെസ്സേജ് കേട്ടോ. ആവശ്യമുള്ളത് മാത്രം മെസ്സേജ് തരാം കേട്ടോ.
വേണോ? വേണമോ? വെറും 5 ക്ലാസ് പഠിക്കുക റിസർച്ച് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ്. വേണോ? വേണോ? വേണ്ടല്ലോ, 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 വേണ്ട. നമുക്ക് ലൈവ് പഠിക്കാം, അവസാനം ലൈവ് പഠിക്കാം, അവസാനം ലൈവിൽ പഠിക്കാം. ആ ഒരു പാർവതി പറഞ്ഞ പോലെ തന്നെ അവസാനം ലൈവിൽ പഠിക്കാം കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ദ ചെസ്റ്റ് സർക്കംഫറൻസ്. ചെസ്റ്റിന്റെ സർക്കംഫറൻസ് നോക്കാം, ചെസ്റ്റിന്റെ സർക്കംഫറൻസ് നോക്കാം. ഇത് ഹെഡ് കഴിഞ്ഞു, ഹെഡ് കഴിഞ്ഞാൽ അടുത്ത ചെസ്റ്റ് അല്ലേ? പീരിയഡ്സിനകത്ത് ഹെഡ് കഴിഞ്ഞാൽ അടുത്ത ചെസ്റ്റ് അല്ലേ? ചെസ്റ്റ് എന്താ? ചെസ്റ്റ് എവിടെ വെച്ച് മെഷർ ചെയ്യുന്നത്? ചെസ്റ്റ് എവിടെ വച്ച മെഷർ? ചോദ്യം വരും, ആ ചെസ്റ്റ് എവിടെ വച്ച? ഞാൻ തരുമ്പോൾ ആരും വേണ്ട പറഞ്ഞു കേട്ടോ. ഒരു കാര്യം തരുമ്പോഴേ അത് വേണ്ടെന്ന് പറയരുത്. ഞാൻ കാര്യം ചുമ്മാ തരികയാണ്, അതെടുത്ത് കൈ എഴുന്നാലോ ഒരാവശ്യമില്ലോ. എന്റെ കൈ എഴുന്നാ അവിടെ ഇരിക്കത്തുള്ളൂ അല്ലേ? എന്റെ കൈ എഴുന്നാ അവിടെ വെറുതെ ഇരിക്കത്തുള്ളൂ. തന്നാൽ ചിലപ്പോൾ യൂസ് ആവും, ശരിയല്ലേ? ഒരു സംഭവം എന്റെ കൈ എഴുന്നാൽ ചിലപ്പോൾ വെറുതെ ഇരിക്കും അല്ലേ? എന്റെ കയ്യിൽ വെറുതെ ഇരിക്കുന്ന സംഭവം തന്നാൽ ചിലപ്പോ 1-2 മാർക്ക് കിട്ടും, അത് ഉപയോഗപ്പെടുത്തില്ലേ? എന്റെ കയ്യിൽ വെറുതെ ഇരിക്കുന്ന ഒരു സാധനം ഞാൻ തന്നു കഴിഞ്ഞാൽ ഉപയോഗപ്പെടില്ലേ? റെക്കോർഡർ ആയതുകൊണ്ട് യൂസ് ആവില്ലേ? എന്റെ കയ്യിൽ ഒരു സാധനം വെറുതെ ഇരിക്കുന്നെങ്കിൽ ചിലപ്പോൾ യൂസ് ആയ ഒരു നഷ്ടമുണ്ടോ? നഷ്ടമുണ്ടോ? അതിന് വിലയുണ്ടോ? എന്റെ കയ്യിൽ ഒരു സാധനം വെറുതെ ഇരിക്കുന്നു, നിങ്ങൾ അത് പൈസ കൊടുത്ത് വാങ്ങുന്നു, അത് വിലയുണ്ടോ? വിലയുണ്ട്, വിലയുണ്ട്. അപ്പൊ ചോദിച്ച് വാങ്ങേണ്ട നിങ്ങളല്ലേ? ചോദിച്ച് വാങ്ങേണ്ട നിങ്ങളല്ലേ? എന്റെ കയ്യിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ നിങ്ങളത് പൈസ കൊടുത്ത് വാങ്ങണമെങ്കിൽ അതിന് വിലയുണ്ടോ ഇല്ലയോ? എന്റെ കയ്യിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചോദിച്ച് വാങ്ങുന്നതിന് വിലയുണ്ടോ? ഉണ്ട്, ഉണ്ടോടെ? ആർക്കു വേണ്ടി പറയുന്നത്? എനിക്ക് വേണ്ടിയാണോ? എനിക്ക്. സോ ഹെഡ് കഴിഞ്ഞാൽ ദ ചെസ്റ്റ് എന്താ? അവിടെ ചോദ്യമുണ്ട്. ദ ചെസ്റ്റ് ഇല്ലേ? ആ ചെസ്റ്റിന്റെ സർക്കംഫറൻസ് എവിടെ നോക്കുന്നത്? അവിടെ ഒരു ചോദ്യമുണ്ട്. ഫസ്റ്റ് ഒരു ചോദ്യം ഇതാണ്, ചെസ്റ്റിന്റെ സർക്കംഫറൻസ് എവിടെ വെച്ച് നോക്കുന്നത്? അതാ ചോദ്യം, അതാ ചോദ്യം. ആ കുഞ്ഞിന്റെ എവിടെ നോക്കുന്നത്? കുഞ്ഞിന്റെ എവിടെ വെച്ചാ? അതാ ചോദ്യം. പറഞ്ഞ എവിടെ വെച്ചാ? എവിടെ വെച്ചാ? ദ ചെസ്റ്റിന്റെ സർക്കംഫറൻസ് എവിടെ വെച്ചാ? ദ നിപ്പിൾ ലൈനിൽ വെച്ചാണോ? ദ നിപ്പിൾ ലൈനിൽ വെച്ചാണോ? ദ ചെസ്റ്റിന്റെ സർക്കംഫറൻസ് മെഷർ ചെയ്യാൻ വെച്ചാ ദ നിപ്പിൾ ലൈൻസ് അല്ലേ? നിപ്പിൾ ലൈൻസ് അല്ലേ? അപ്പർ ചെസ്റ്റ് ആണോ ലോവർ ചെസ്റ്റ് ആണോ? അപ്പർ ആണോ ലോവർ ആണോ? അപ്പർ ആണോ ലോവർ ആണോ? നിപ്പിൾ ലൈൻ എന്ന് പറയുമ്പോ അപ്പർ ലോവർ ആണോ? അപ്പർ, അപ്പർ അല്ലേ? ആ അല്ലേ? അപ്പർ ആണോ ലോവർ ആണോ? അപ്പർ. എങ്കിൽ ചോദ്യം ഇതാണ്, അറ്റ് ബർത്ത് ടൈമിലുള്ള ദ ചെസ്റ്റിന്റെ സർക്കംഫറൻസ് എത്രയാണ്? ചോദ്യം ഇതാണ്, ദ ബർത്ത് ടൈമുള്ള ചെസ്റ്റിന്റെ സർക്കംഫറൻസ് എത്രയാണ്? 30 തൊട്ട് 33 സെന്റിമീറ്റർ. 30 മുതൽ 30 കേട്ടോ, 31 30 മുതൽ 33 സെന്റിമീറ്റർ. എപ്പോഴും എക്സാമിന് ചോദിക്കും, എക്സാമിന് എപ്പോഴും ചോദിക്കും. ഇമ്പോർട്ടൻറ്റ് ചോദ്യം, വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം. 30 മുതൽ 33 എന്താ? ചെസ്റ്റ് ആണ്. അപ്പൊ ഹെഡ് എത്രയാ? ഹെഡ് എത്രയാ? ഹെഡ് എത്രയാ? ഹെഡ് എത്രയാ? ഹെഡ് എത്രയാ? ഹെഡ് എത്രയാ? 33 മുതൽ 35 അല്ലേ? ഹെഡ് ആണെങ്കിൽ 33 35. ചെസ്റ്റ് ആണ് എത്രയാ? ഹെഡ് 33 35 ആണെങ്കിൽ ചെസ്റ്റ് എത്രയാ? 30 തൊട്ട് 33 സെന്റിമീറ്റർ അല്ലേ? ഹെഡിനെക്കാട്ടിലും എത്ര കുറവാ? ഹെഡിനെക്കാട്ടിലും എത്ര കുറവാ? ഒരു 3 സെന്റിമീറ്റർ അല്ലേ? ഹെഡിനെക്കാട്ടിലും 3 സെന്റിമീറ്റർ കുറവല്ലേ? അല്ലേ? അല്ലേ? അപ്പോ അത് ബർത്ത് ടൈം ദ ഹെഡ് ആണോ കൂടുതൽ, ദ ചെസ്റ്റ് ആണോ കൂടുതൽ? അതും ചോദ്യം വരും.
അറ്റ് ദ ബർത്ത് ടൈം ഹെഡിന്റെ സർക്കംഫറൻസ് ആണോ കൂടുതൽ, ചെസ്റ്റ് ആണോ കൂടുതൽ? ചോദ്യം വരും. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ഹെഡിന്റെ സർക്കംഫറൻസ് ആണോ കൂടുതൽ, ചെസ്റ്റ് ആണോ കൂടുതൽ? അറ്റ് ബർത്ത് ആരെ കൂടുതൽ? ഹെഡല്ലേ. ഹെഡല്ലേ. എത്ര കൂടുതൽ? എത്ര? 3 സെന്റിമീറ്റർ കൂടുതൽ അല്ലേ? 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 ആണ്. പക്ഷെ ഇവിടെ വീണ്ടും ഒരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറയാൻ അറിയാം. ആർക്ക് പറയാം? ചോദ്യം പറയാൻ ആരെങ്കിലും? ഞാൻ പറയാതെ ചോദ്യം. ഹെഡും ചെസ്റ്റും ഈക്വൽ ആവുന്ന എപ്പോഴാ? അതും ചോദ്യമല്ലേ. ഹെഡും ചെസ്റ്റും ഈക്വൽ ആവുന്ന എപ്പോഴാ? ഹെഡും ചെസ്റ്റും സർക്കംഫറൻസ് ഈക്വൽ. പ്രീവിയസ് ചോദ്യമാണ്. പ്രീവിയസ് കഴിഞ്ഞ 2 എക്സാമിനും ഒരുപോലെ ചോദ്യമാണ്. ഞാൻ എല്ലാം പറയും, കാട്ടി പറയും. ഒരു വയസ്സല്ലേ ഹെഡും ചെസ്റ്റും ഈക്വൽ ആവുന്ന എപ്പോഴാ? ഒരു വയസ്സല്ലേ ഹെഡും ചെസ്റ്റും ഈക്വൽ ആവുന്ന എപ്പോഴാ? എന്നിട്ട് ഞാൻ എല്ലാം പറയുമ്പോ അങ്ങനെയാണ്. അറ്റ് ദ ബർത്ത് ടൈം എത്ര ഹൈറ്റ്? ഹെഡ് എത്രയാ? അറ്റ് ദ ബർത്ത് ടൈമിൽ ഹെഡിന്റെ സർക്കംഫറൻസ് എത്രയാ? ദ ബർത്ത് ടൈമിൽ ഹെഡിന്റെ സർക്കംഫറൻസ് എത്രയാ? ചോദ്യം 33 35. ദ ചെസ്റ്റ് എത്രയാ? ചെസ്റ്റ് എത്രയാ? ചെസ്റ്റ് എത്രയാ? ചെസ്റ്റ് ചെസ്റ്റ് 30 തൊട്ട് 33. ആ ഹെഡിന്റെ സർക്കംഫറൻസും ചെസ്റ്റിന്റെ സർക്കംഫറൻസും ഈക്വൽ ആവുന്നപ്പോഴാ? സെയിം ആവുന്നപ്പോൾ. ഒരു വയസ്സിലാണ്. ഒരു വയസ്സിലല്ലേ? ചോദ്യം ഉണ്ടായി കേട്ടോ. ഈ ചോദ്യം റെക്കോർഡ് ക്ലാസ് ആണ്, മറക്കരുത്. എക്സാമിന് ചോദിക്കും. ഒരു വയസ്സ് നിർത്താതിരിക്കട്ടെ. ഒരു വയസ്സ് ശേഷം 45 സെന്റിമീറ്റർ ആണ്. ഒരു വയസ്സ് പറയുമ്പോൾ ശേഷം 45 സെന്റിമീറ്റർ ആണ് ഒരു വയസ്സിലാകുന്നത്. ഇത് ക്ലിയർ ആയോടെ? ക്ലിയർ ആയോടെ? ക്ലിയർ ആയോടെ? ക്ലിയർ ആയോടെ? ക്ലിയർ ആയോ? ചോദ്യം വരും. ഇത്ര മതി ഒന്ന്. ഇത്രയും മതി ഒന്ന്. ഇത്രയും മതി ഒന്ന്. ഇത്രയും മതി ഒന്ന്. അടുത്ത 2 പറഞ്ഞ ഞാൻ ലീവാണ്. 2 മാസം ലീവാണ്. എല്ലാവർക്കും പഠിക്കാൻ താല്പര്യമുണ്ടോ? 2 മാസം. ആസ്മി വിഷയമല്ല, എന്റെ വിഷയമല്ല. അടുത്ത 2 മാസം ലീവാണ്. ഫസ്റ്റ് ബാച്ചും സെക്കൻഡ് ബാച്ചും തേർഡ് ബാച്ചും 4th ബാച്ചും 5ാമത്തെ ബാച്ചും 6ാമത്തെ ബാച്ചും ആൾമോസ്റ്റ് എല്ലാം ആയി. ലാസ്റ്റ് ബാച്ച് വേണ്ടേ? 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 പഠിക്കണ്ടേ? പക്ഷെ അവർ പഠിക്കില്ല. അവർ അധികം പഠിക്കില്ല. അവർ അധികം പഠിക്കും. നിങ്ങൾ പഠിക്കും. പക്ഷെ അവർ പഠിക്കാതെ നിങ്ങൾ പഠിക്കും. എനിക്കറിയാം. നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ പഠിച്ചത്. സത്യമല്ലേ? ഫുൾ ഡേ ക്ലാസ് വരുന്നത് സൺഡേ 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 രാവിലെ തൊട്ട് ഉച്ച വരെ, ഉച്ച തൊട്ട് ഈവനിങ് വരെ, രാത്രി തൊട്ട് ഇതുവരെ. ഓക്കെ? സൺഡേ ഓക്കെ അല്ലേ? സൺഡേ ഓക്കെ ആണോ? രാവിലെ ഒരു സമയം പറഞ്ഞ സമയം പറഞ്ഞേ. സമയം പറഞ്ഞേ. 10 ആണോ 11 ആണോ? നിങ്ങൾ പറഞ്ഞാ മതി. 10 ആണോ 11? 10 മതിയോ? 10 തൊട്ട് 1 മതിയോ? 10 തൊട്ട് 1 വരെ. 3 തൊട്ട് എത്ര? 3 തൊട്ട് 5. 3 തൊട്ട് 5. 3 തൊട്ട് 5. 3 തൊട്ട് 5. 9 തൊട്ട് 11. 9 തൊട്ട് 11. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ദ പീഡിയാട്രിക്സ് മാത്രം ഈ ആഴ്ച. ദ പീഡിയാട്രിക് മാത്രം ഫുള്ള് ഈ ആഴ്ച സൺഡേ
എന്താ പീഡിയാട്രിക് മാത്രം ഫുള്ള് കംപ്ലീറ്റ് ആക്കും. ഇന്ന് മൺഡേ അല്ലേ, ഇന്ന് മൺഡേ തൊട്ട് സൺഡേ വരെ, സൺഡേ ആകുമ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. സൺഡേ ആകുമ്പോൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. ഫുള്ള് കംപ്ലീറ്റ് ചെയ്യും. ഈ സമയമല്ലേ, ഞാൻ ഈ പറഞ്ഞ സമയം എനിക്കൊന്ന് ആരെങ്കിലും മെസ്സേജ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞ സമയം എനിക്ക് ആരെങ്കിലും മെസ്സേജ് ചെയ്യും. കാരണം ഞാൻ മറന്നു പോകും. ഞാൻ ഈ പറഞ്ഞ സമയം എനിക്ക് ആരെങ്കിലും മെസ്സേജ് തരാം. തനിക്ക് റിസർച്ച് എഡ്യൂക്കേഷൻ വേണ്ടേ? ഇപ്പൊ ഇന്ന് അയച്ചുതരാം. റിസർച്ച് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇന്ന് അയച്ചുതരാം. റിസർച്ച് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് അല്ല, ഇന്ന് അയച്ചത്. പഠിക്കുമോ? റിസർച്ച് എഡ്യൂക്കേഷൻ മാനേജ് റെക്കോർഡിങ്സ് ഇന്ന് അയച്ചത്. പഠിക്കൂ. ഇപ്പൊ അയച്ചുതരാം. ഇപ്പൊ സെക്കൻഡ് അയച്ചുതരാം. ഈ ക്ലാസ് സ്റ്റോപ്പ് ഉടനെ അയച്ചുതരാം. പഠിക്കൂ. റിസർച്ച് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇപ്പൊ അയച്ചത്. പഠിക്കൂ. പഠിച്ചാൽ മതി. പഠിക്കൂ. ഒരു കാര്യം, പഠിക്കുമോ? സൺഡേ ക്ലാസ് ടൈം എനിക്ക് ആരെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്യണേ. എനിക്ക് ആരെങ്കിലും ഒന്ന് മെസ്സേജ് ഇടണം കേട്ടോ. ഇതുണ്ടോ? സൺഡേ ക്ലാസ് ടൈം എനിക്ക് ആരെങ്കിലും ഒന്ന് മെസ്സേജ് ഇടോ. ഞാൻ മറന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സീ യു ടുമോറോ. നാളെ ക്ലാസ് ഉണ്ട്. നാളെയും എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. ഇനി എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. എല്ലാ ദിവസവും വന്നു. സവിത സതീഷ് ഗുഡ്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. റിസർച്ച് എഡ്യൂക്കേഷൻ മാനേജ് റെക്കോർഡിംഗ് ഇപ്പൊ അയച്ചുതരാം. ഇന്ന് പഠിക്കും. മാനേജ്മെന്റ് റിസർച്ച് എഡ്യൂക്കേഷൻ ഇപ്പൊ പഠിക്കുക. ഇന്ന് പഠിക്കുക. അവസാനം പഠിക്കരുത്. ഇന്ന് പഠിക്കുക. ഓക്കെ. So thank you so much. See you on tomorrow night, 9:30 p.m. 9:30 p.m. Thanks so much.